നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുകയാണ്. രാജ്യത്തെ സംബന്ധിച്ച അഭിമാന നിമിഷത്തിലൂടെ നമ്മൾ കടന്നുപോകുന്നത്. നീരജ് ചോപ്ര വെള്ളി നേടിയിരിക്കുകയാണ് പാരീസ് ഒളിമ്പിക്സിൽ. അത് നമ്മളെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്, വലിയ സന്തോഷമുള്ള നേട്ടമാണ്. ആ സന്തോഷത്തിൽ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ദിവസവും ആരംഭിക്കുന്നത്. ഒരു സ്വർണം നമ്മൾ പ്രതീക്ഷിച്ചെങ്കിൽ പോലും ആ വെള്ളിക്ക് സ്വർണത്തേക്കാൾ മധുരമുണ്ട്. കാരണം അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു നമ്മൾ ആ ഒരു മെഡൽ. അത് ലഭിച്ചിരിക്കുകയാണ് ഇന്ത്യക്ക് നീരജ് ചോപ്രയിലൂടെ. മലയാളി താരം ശ്രീജേഷിന്റെ ഹോക്കി, ആ വിജയവും നമ്മൾ എടുത്തു പറയുക തന്നെ വേണം. അങ്ങനെ നമ്മളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ചും ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചും സന്തോഷത്തിനുള്ള ഒരുപാട് നിമിഷങ്ങളാണുള്ളത്. അതോടൊപ്പം നമ്മളെ ഏറെ വേദനിപ്പിച്ച വയനാട് ദുരന്തത്തിന്റെ വാർത്തകളും ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. ഏറ്റവും പ്രധാനമായി തിരച്ചിൽ 11ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇന്ന് ജനകീയ തിരച്ചിലാണ് വയനാട്ടിലുള്ളത്. ജനകീയ തിരച്ചിൽ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ആ മണ്ണിനടിയിൽ ബാക്കിയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസാന പരിശ്രമം എന്ന നിലയിൽ ആ നാട്ടുകാർ തന്നെ, ആ ദുരന്തത്തിന് ഇരയായവർ തന്നെ ആ മണ്ണിലേക്ക് ഇറങ്ങുകയാണ് ഇന്ന് തിരച്ചിലിനായി. അതോടൊപ്പം നാളെ പ്രധാനമന്ത്രി വയനാട്ടിലെത്തും. അതും വലിയ പ്രതീക്ഷയാണ് വയനാട്ടുകാരെ സംബന്ധിച്ച്, കേരളത്തിനെ സംബന്ധിച്ച് നൽകുന്നത്. ഒരു പാക്കേജ് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമോ, ദേശീയ ദുരന്തമായി ഈ വയനാട് ദുരന്തത്തെ പ്രഖ്യാപിക്കുമോ എന്നൊക്കെ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനവും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. നമുക്കെന്തായാലും വിശദമായി ഈ വാർത്തകളിലേക്കൊക്കെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ജനകീയ തിരച്ചിൽ. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും തിരച്ചിൽ സംഘങ്ങളുടെയും കൂടെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തി 6 മേഖലകളിലായുള്ള തിരച്ചിൽ. നാളെ വയനാട്ടിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത മേഖല സന്ദർശിക്കും. ഇന്ന് കേന്ദ്ര സംഘവും സ്ഥലത്തെത്തും. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയും ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ലീഡറുമായ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വയനാട് സന്ദർശിക്കുന്നത്. ഡാൻ കുര്യൻ വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട് തത്സമയം. ഡാൻ, ഇന്നത്തെ തിരച്ചിൽ എന്ന് പറയുന്നത് ഏറെ പ്രത്യേകതയുള്ള തിരച്ചിലാണ്. കാരണം ഒരു അവസാന പരിശ്രമം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. കാരണം ഏറ്റവും പ്രധാനമായ ദുരന്തത്തിനിരയായവർ, ബന്ധുവീടുകളിൽ അഭയം പ്രാപിച്ചവരൊക്കെ അവസാനമായി തങ്ങളുടെ, ഒരു പക്ഷെ അങ്ങനെ പറയാമല്ലേ, ആ നാട് തങ്ങളുടെ ഒന്നുമല്ലാതായി പോയ ആ നാട് കാണാൻ വേണ്ടി എത്തുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവർ, തങ്ങളുടെ ഉറ്റവർ, തങ്ങൾക്ക് അത്രമാത്രം വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ആ മണ്ണിനടിയിൽ അവശേഷിക്കുന്നുണ്ടോ എന്നൊരു പക്ഷേ ഏറ്റവും കൂടുതൽ പറയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് തങ്ങളുടെ, ഒരു പക്ഷേ അവർക്കത് മനസ്സിലാകുന്നു പോലും ഉണ്ടാവില്ല. ആ ഒരു സാഹചര്യം നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല. എവിടെയായിരുന്നു തങ്ങളുടെ വീടുണ്ടായിരുന്നത്, തങ്ങളുടെ നാടിൻ്റെ ഒരു അവസ്ഥ ഒരു പക്ഷേ ആദ്യമായിട്ട്, ആ ദുരന്തത്തിന് ശേഷം ആദ്യമായി കാണുന്നവർ ആ കൂട്ടത്തിലുണ്ടാകും. അവരെന്തായാലും അവസാന പരിശ്രമം എന്നോണം ആ തിരച്ചിലിന് ഇറങ്ങുകയാണല്ലേ. എപ്പോഴത്തേക്ക് തിരച്ചിൽ ആരംഭിക്കും ഡാൻ? രാവിലെ 6 മണിക്ക് തന്നെ ഈ തെരച്ചിൽ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, പുഞ്ചിരിമട്ടത്താണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ദുരന്തം ആദ്യം എത്തുന്നത്. ആ പുഞ്ചിരിമട്ടം ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ഭാഗത്തു നിന്നുമാണ് ഏറ്റവും അധികം ആളുകളെ ഇപ്പോഴും കാണാതായിരിക്കുന്നത് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായി പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ തെരച്ചിൽ നടത്തുമ്പോൾ ഈ വീടുകൾ ഇരുന്ന സ്ഥലങ്ങൾ, അതോടൊപ്പം ഈ പ്രദേശത്തിന്റെ ഒരു ഭൂപ്രകൃതി, അത് സംബന്ധിച്ച കൃത്യമായ ഒരു ധാരണ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കുണ്ട്. പക്ഷേ ഈ ദുരന്തത്തിന്റെ ഒരു മാനസിക ആഘാതത്തിൽ നിന്ന് അവർക്ക് പുറത്ത് കടക്കാൻ കഴിയാത്ത ഒരു പശ്ചാത്തലം നിലനിന്നിരുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം അവരെ ഉൾപ്പെടുത്തിയ ഒരു തെരച്ചിൽ നടത്താൻ കഴിയാതെ പോയത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സാഹചര്യങ്ങൾ. 10 ദിവസം 11 ദിവസം പിന്നിട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി അടുത്ത ദിവസം ദുരന്തഭൂമി കാണാൻ ഇവിടേക്ക് എത്താനിരിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ തെരച്ചിൽ ഇങ്ങനെ ഊർജിതമായി തന്നെ പുരോഗമിക്കുമ്പോഴും 131 പേർ ഇപ്പോഴും കാണാമറയത്താണ് എന്ന് ഔദ്യോഗികമായി സർക്കാർ കണക്കുകൾ പറയുമ്പോൾ അത് 180-ലധികമുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരമൊരു തെരച്ചിൽ നടത്തിയാൽ സംഭവത്തിന്റെ നിജസ്ഥിതി പുറത്തുവരും. അതായത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തമായ ധാരണ കിട്ടുമെന്നതൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെയൊരു തെരച്ചിൽ നടത്താൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മന്ത്രിസഭാ ഉപസമിതി അവരിവിടെ തുടരുന്നുണ്ടായിരുന്നു. അവരടക്കം ഈ തെരച്ചിലിന് ഭാഗമായി മറ്റ് നടപടികൾക്ക് നേതൃത്വം നൽകും
ഇന്ന് വാഹനങ്ങൾ ചൂരൽമലയ്ക്ക് സമീപം, അതായത് ചൂരൽമലയിലേക്ക് മേപ്പാടിക്കും ചൂരൽമലയിലും ഇടയിൽ തടഞ്ഞാണ് അവശ്യ സർവീസുകൾ മാത്രം, അതായത് പോലീസിന്റെയും ഈ മെഡിക്കൽ ടീമിന്റെയും ഒക്കെ വാഹനങ്ങൾ മാത്രമാണ് ഇന്ന് ഇവിടേക്ക് കടത്തിവിടുന്നത്. കാരണം ജനകീയ തെരച്ചിലായതുകൊണ്ട് തന്നെ 190 ക്യാമ്പുകളിൽ കഴിയുന്ന 190 ആളുകളെയാണ് തിരച്ചിലിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. അവർക്കൊപ്പമായിരിക്കും അഗ്നിശമന സേനയുടെയും പോലീസിന്റെയും NDRFന്റെയും കഴിഞ്ഞ ദിവസങ്ങളായി 11 ദിവസം തുടർച്ചയായി ഈ തെരച്ചിലിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നവർ കൂടി ഈ നടപടികളുടെ ഭാഗമാകുക. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ സൂചന അനുസരിച്ച് ഒരു മൃതദേഹ ഭാഗം മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പുലർച്ചെ നടത്തിയ തെരച്ചിലിനിടയിൽ ഒരു മൃതദേഹ ഭാഗം കണ്ടെത്തിയിരിക്കുന്നു. അത് പൂർണ്ണ മൃതദേഹമാണോ എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ സൂചനകളില്ല. പക്ഷേ അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. നമുക്ക് അല്പസമയത്തിനകം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. തെരച്ചിൽ നടന്ന മുണ്ടക്കൈ ഭാഗത്ത് നിന്നാണ്, മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗത്ത് നിന്നാണ് ഇങ്ങനെ ഇവ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന സൂചനകൾ. ഊർജിതമായ തെരച്ചിലായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കടാവർ നായ്ക്കളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് കാന്തൻപാറയിലും സൂചിപ്പാറയിലും അതോടൊപ്പം സൺറൈസ് വാലിയിലുമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ആ തെരച്ചിൽ ഇന്നലെയും ഒരു മൃതദേഹവും 4 ശരീരഭാഗങ്ങളുമൊക്കെ ചാലിയാറിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഈ ദിവസങ്ങളിങ്ങനെ കൂടുതലായി പിന്നിടുന്ന ഒരു പശ്ചാത്തലത്തിൽ തെരച്ചിൽ ഊർജിതമാക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി കൂടി അടുത്ത ദിവസം ഇവിടേക്ക് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ 11 മണി വരെ മാത്രമേ ഈ തെരച്ചിൽ നടത്താൻ കഴിയുകയുള്ളൂ. അതിനുശേഷം സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന് SPGക്ക് ഈ സുരക്ഷാ ചുമതലകൾ അതുമായി ബന്ധപ്പെട്ട ഏകോപനം കൈമാറേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ രാവിലെ 11 മണി വരെയുള്ള സമയത്തായിരിക്കും, 5 മണിക്കൂർ സമയത്തായിരിക്കും ഈ വ്യാപകമായ തെരച്ചിൽ മുണ്ടക്കൈ, അതോടൊപ്പം തന്നെ ചൂരൽമല, അതോടൊപ്പം പുഞ്ചിരിമട്ടം ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായി നടക്കുക. ഡാൻ, ഏറ്റവും പ്രധാനമായി നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉറ്റവരെ തേടി, പ്രിയപ്പെട്ടവരെ തേടി അവസാനമായി അവർ ഇറങ്ങുകയാണ് ആ നാട്ടിലേക്ക്, ആ ദുരന്ത ഭൂമിയിലേക്ക്. തങ്ങളുടെ പ്രിയപ്പെട്ട വീടിരുന്ന, തങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരൊക്കെയോ നഷ്ടപ്പെട്ട ആ ഭൂമിയിലേക്ക് അവർ ഇറങ്ങുകയാണ്. അവസാന പ്രതീക്ഷ വെച്ചു പുലർത്തിക്കൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹമെങ്കിലും അവസാനമായി ഒരു നോക്ക് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന പ്രതീക്ഷയിലായിരിക്കാം ഒരുപക്ഷെ വേണ്ടപ്പെട്ടവരൊക്കെ ആ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അത് സ്വാഭാവികമായി ഡാൻ വലിയൊരു വൈകാരിക നിമിഷങ്ങൾക്ക് ആ ഭൂമി വീണ്ടും സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം നമ്മൾ ആ വലിയ ദുരന്തം അഭിമുഖീകരിച്ചവരാണ്. ആ ആളുകൾ അവിടെ നിന്ന് ഒരു പക്ഷേ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട ആളുകളാണ് വീണ്ടും ആ നാട്ടിലേക്ക് എത്തുന്നത്. അവരവിടേക്ക് എത്തുന്ന സമയത്ത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഒരു പക്ഷേ ഈ തിരച്ചിലിന് പോലും അവിടേക്ക് എത്താൻ സാധിക്കാതെ ആദ്യമായിട്ട് ആ ദുരന്തത്തിന് ശേഷം ആ ഭൂമിയിലേക്ക് എത്തുന്ന ആളുകളായിരിക്കും. ഡാൻ ഇപ്പോൾ സൂചിപ്പിച്ചു 11 മൃതദേഹം മുണ്ടക്കൈയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന്. ഇപ്പോൾ ഇങ്ങനെ ആ ദുരന്തത്തിനിരയായവർ തന്നെ അവിടേക്ക് ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ ഇന്ന് കൂടുതൽ മൃതദേഹങ്ങളടക്കം കണ്ടെത്താനുള്ളൊരു സാധ്യത കൂടുതലാണല്ലേ? കാരണം തങ്ങളുടെ പ്രിയപ്പെട്ടവരെവിടെയാണ് എന്നൊരു സൂചനയെങ്കിലും നൽകാൻ ഒരു പക്ഷേ അവർക്കായിരിക്കും ഏറ്റവും കൂടുതലും സാധിക്കുക, അല്ലേ ഡാൻ? സ്വാഭാവികമായി ഏത് ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഈ മൃതദേഹ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമല്ല. പക്ഷേ അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ മരത്തിന്റെ വേരുകൾ, അതായത് വലിയ മരത്തിന്റെ വേരുകൾ കൂടിക്കിടന്ന ഒരു സ്ഥലത്ത് നിന്ന് വളരെ സാഹസികമായിട്ട് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പാണ്, SOG ആണ് ഈ മൃതദേഹ ഭാഗം ഇപ്പോൾ ശ്രമകരമായ ദൗത്യത്തിലൂടെ പുറത്തേക്ക് എടുക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് ഈ ജനകീയ തെരച്ചിൽ നടത്തുന്നതോടെ ഈ ഒരു ദൗത്യത്തിൽ, ഈ ഉദ്യമത്തിന് ഒരു ഊർജ്ജം കൈവരും. കാരണം ഈ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളുകൾ തന്നെയാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമാകുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ട, അല്ലെങ്കിൽ ഈ ഏതൊക്കെ വീടുകൾ, ഏതൊക്കെ സ്ഥലങ്ങളിലായിരുന്നു ഇരുന്നത് എന്നതിനെ സംബന്ധിച്ച പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് എത്ര വൈദഗ്ധ്യമുണ്ടെങ്കിലും ഒരു സൂചനയും ലഭിക്കാത്ത തരത്തിൽ ഉഴുതുമറിഞ്ഞതിന് തുല്യമാണ് ഈ പ്രദേശങ്ങളെല്ലാം. ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായി ഈ സ്ഥലങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളുകളെ തന്നെ പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈയിലും അതോടൊപ്പം തന്നെ ചൂരൽമലയിലെ വിവിധ ഭാഗങ്ങളിലും കൃത്യമായി ഈ പരിശോധനയ്ക്ക് എത്തിക്കുന്നതിലൂടെ ഏതൊക്കെ ഭാഗങ്ങളായിരുന്നു വീടുകൾ ഉണ്ടായിരുന്നത്, ഏതൊക്കെ സ്ഥലങ്ങളെയാണ് കൂടുതലായി, അതായത് ഈ ജനങ്ങൾ രക്ഷപ്പെട്ട് പുഞ്ചിരിമട്ടത്തു നിന്ന് മുണ്ടക്കൈയിലേക്കും ചൂരൽമലയിലേക്കും അപകടമുണ്ടായ സമയത്ത് ഓടിമാറുന്ന സാഹചര്യമുണ്ടായിരുന്നു, അവർ നിന്നിരുന്നത് എവിടെയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു വ്യക്തത കൈവരും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ജനകീയ തെരച്ചിൽ എന്ന ഒരു ആശയം തന്നെ മുമ്പോട്ട് വന്നത്. അങ്ങനെയാണ് ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന 190 ആളുകളെയും സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരെയുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യാപകമായ ഈ തെരച്ചിൽ നടത്തുകയെന്നു
തീരുമാനത്തിലേക്ക് എത്തിയതും ആ തെരച്ചിലാണ് ഇപ്പോൾ വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാൻ, എല്ലാം നഷ്ടമായ മണ്ണിലേക്ക് ഉറ്റവരെ തേടി അവർ ഒരിക്കൽ കൂടി ഇറങ്ങുകയാണ്. ആ തിരച്ചിലാണ് രാവിലെ 6 മണി മുതൽ ആരംഭിച്ചുവെന്ന് ഡാൻ സൂചിപ്പിച്ചത്. ഡാൻ, പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് 11 മണി വരെ മാത്രമേ ഇന്നത്തെ തിരച്ചിൽ ഉണ്ടാകുള്ളൂ എന്നാണ് പറയുന്നത്. അതിനുശേഷം ഡാൻ സൂചിപ്പിച്ചതുപോലെ SPGക്ക് ചുമതല കൈമാറേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ 11 മണി വരെ മാത്രമേ ഇന്നത്തെ തിരച്ചിൽ ഉണ്ടാവുകയുള്ളൂ. ജനകീയ തിരച്ചിലാണ്, പ്രിയപ്പെട്ടവരെ തേടിയുള്ള ഒരു പക്ഷേ അവസാന പരിശ്രമം എന്ന തിരച്ചിലാണ്. ഇന്ന് 11 മണി വരെ മാത്രമാകുമ്പോൾ ആ സമയം വളരെ കുറവാണ്. 6 മണി മുതൽ 11 മണി എന്ന് പറയുമ്പോൾ സമയം കുറവാണ്. തിരച്ചിലിന് വേഗം കൈവരിക്കേണ്ടതുണ്ട്. ഇന്നത്തെ തിരച്ചിലിന് വലിയ കാര്യമായ പ്രതീക്ഷയില്ല എങ്കിൽ മറ്റൊരു ദിവസത്തെ പ്രധാനമന്ത്രി വന്നു പോയതിനു ശേഷം മറ്റൊരു ദിവസത്തേക്ക് വീണ്ടും ഇത്തരത്തിലൊരു തിരച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യത അത് എത്രമാത്രമുണ്ട് ഡാൻ? ഒരു കാര്യം ഉറപ്പാണ്, പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ആ ചർച്ചകളിലേക്ക് സജീവമായി കടക്കാൻ കഴിയാതെ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും ഈ കാണാമറയത്തുള്ള 131 പേർ, സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകളിൽ വ്യക്തമാക്കുന്ന 131 പേർ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച ഒരു സൂചനകളുമില്ലാത്തതാണ്. സ്വാഭാവികമായി നമുക്കറിയാം, ഇവിടെ നിന്ന് 38 കിലോമീറ്ററുകൾക്കപ്പുറത്ത് പോത്തുകല്ലിലടക്കമാണ് ഈ മൃതദേഹ ഭാഗങ്ങൾ കൂടുതലായി. ഏതാണ്ട് 190-ലധികം മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത് ചാലിയാറിൽ നിന്നായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ആ ഭാഗങ്ങളിലേക്ക് തന്നെ അവയും ഒഴുകിപ്പോയിട്ടുണ്ടാകാം എന്നൊരു നിഗമനമുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം താഴ്ന്ന ഇടങ്ങളിലടക്കം ഹെലികോപ്റ്ററുകളിൽ, വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററുകളിലെത്തി ഈ രക്ഷാസേന കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായ പരിശോധനകൾ നടത്തുന്നുണ്ടായിരുന്നു. ആ പരിശോധനകൾ അവർ നടത്തുമ്പോഴും ഈ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളുകൾ, പ്രദേശവാസികളുടെ കൂടി സഹായത്തോടെയാണ് അത്തരത്തിലൊരു പരിശോധനകൾ നടക്കുന്നതെങ്കിൽ ഈ തെരച്ചിലിന് ഊർജ്ജം കൈവരുമെന്നും അത് കൂടുതലായി ഗുണം ചെയ്യുമെന്നും ഒരു നിഗമനത്തിലായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് തന്നെ ദൌത്യ സംഘങ്ങൾ ഒരുമിച്ച് എത്തിയത്. ആ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഈ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. അത് പ്രാഥമികമായി ഫലം കണ്ടു തുടങ്ങിയെന്ന് വേണം പറയാൻ. അങ്ങനെയാണ് ഇപ്പോൾ എവിടെ നിന്നാണ് എന്ന് നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഒരു മൃതദേഹ ഭാഗം കണ്ടെത്തിയിരിക്കുന്നു. വലിയ മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിന്റെ ദൌത്യ സംഘം വ്യാപകമായി ഇവർക്കൊപ്പം, ഈ നാട്ടുകാർക്കൊപ്പം ചേർന്ന് നടത്തിയ തെരച്ചിലാണ് ഈ മൃതദേഹ ഭാഗം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം. അത് ഏത് സ്ഥലത്ത് നിന്നാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം സെന്റിനൽ റോക്സിന് സമീപം 12 പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തെർമൽ സ്കാനിംഗ് നടത്തിയ അതിൽ നിന്ന് ലഭ്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ 12 പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ണ് മാറ്റി, വലിയ ഹിറ്റാച്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. സ്വാഭാവികമായി ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നും ഊർജിതമായ തെരച്ചിൽ തന്നെയായിരിക്കും നടക്കുക. പക്ഷേ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി, നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി മണ്ണും ചതുപ്പും ചെളിയുമൊക്കെ നിറഞ്ഞ സ്ഥലങ്ങളാണ്. അവിടേക്ക് ഒരു ആൾക്ക്, മനുഷ്യർക്ക് നേരിട്ടങ്ങ് ഇറങ്ങാൻ കഴിയില്ല. അത് തന്നെയാണ് സാഹചര്യം. ആ സ്ഥലങ്ങളിലേക്ക് ഈ റഡാർ തെർമൽ ഇമേജിംഗ് സംവിധാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ സാന്നിധ്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വിശദമായ പരിശോധനകൾ നടത്തുന്നതിനായിരിക്കും ആദ്യഘട്ടത്തിൽ നേതൃത്വം നൽകുന്നത്. ആ പരിശോധനകളിൽ മാർക്ക് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ, സെൻസർ ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകം അടയാളങ്ങൾ വെച്ച് ആ ഭാഗങ്ങളിലേക്ക് ഹിറ്റാച്ചുകൾ എത്തിച്ച് മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പരിശോധനകളായിരിക്കും ഇന്നും നടക്കുകയെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. തീർച്ചയായും ഇന്ന് ഏറെ പ്രതീക്ഷയുടെ ഒരു ദിനം കൂടിയാണ്. കാരണം ഉറ്റവരെ തേടി അവരിറങ്ങുകയാണ്. ഡാൻ, ഇന്നത്തെ മറ്റൊരു പ്രധാനം, അല്ലെങ്കിൽ ഇന്നും നാളെയുമായി നടന്നിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര സംഘം എത്തുകയാണ് വയനാട്ടിലേക്ക്. 11 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഉച്ചയോടുകൂടി കേന്ദ്ര സംഘം എത്തുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വലിയ പ്രതീക്ഷ നൽകുന്നു. ഒപ്പം പ്രധാനമന്ത്രി, ഏറ്റവും പ്രധാനമായി നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെത്തും. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ്? ഈ നാട്, കേരളം മുഴുവനായിട്ട് കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിനായി. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ ഈ വയനാട് ദുരന്തമെന്ന ചോദ്യത്തിലാണ് ഈ നാട് കാത്തിരിക്കുന്നത്. എപ്പോഴത്തേക്ക് പ്രധാനമന്ത്രി എത്തും? ഒപ്പം ഇന്ന് എപ്പോഴത്തേക്ക് കേന്ദ്ര സംഘം എത്തും? ഡാൻ, കേന്ദ്ര സംഘം എത്തുക ഇന്ന് രാവിലെ 10:30 SKMJ സ്കൂൾ ഗ്രൗണ്ടിലായിരിക്കും കേന്ദ്ര സംഘം ഹെലികോപ്റ്ററിൽ എത്തുക. അവിടെ നിന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടായിരിക്കും അവർ ഈ ദുരന്ത മേഖലകളിലേക്ക് എത്തുക. പ്രധാനമായി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയും ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ലീഡറുമായ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വയനാട് സന്ദർശിക്കാനായി എത്തുന്നത്. അദ്ദേഹത്തിനൊപ്പം മറ്റ് വിദഗ്ധരുണ്ട്.
അതിനു പുറമെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ കൂടി അവരെ അനുഗമിക്കുന്നത്. സ്വാഭാവികമായി ദുരന്തമുണ്ടായ സ്ഥലങ്ങളുടെ കൃത്യമായ വ്യക്തമായ ചിത്രങ്ങൾ അല്ലെങ്കിൽ അത് കൃത്യമായി കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നതിൽ ഇവരുടെ സന്ദർശനം നിർണായകമായ പങ്ക് വഹിക്കുമെന്ന് തന്നെയാണ് സൂചന. തീർച്ചയായും ഇന്ന് കേന്ദ്ര സംഘം എത്തുകയാണ് വയനാട്ടിലേക്ക്. ഇന്ന് 11 മണിവരെയാണ് ജനകീയ തിരച്ചിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനമായി പ്രിയപ്പെട്ടവർ തങ്ങളുടെ ഉറ്റവരെ തേടി അവർ ആ മണ്ണിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ്. ഒരുപാട് പ്രതീക്ഷകളുമായി അവസാനമായി ഒരു പക്ഷേ ആ നാട് കാണാൻ കൂടിയായിരിക്കാം അവർ എത്തുന്നത്. നമുക്ക് ഡാൻ നിൽക്കുന്ന പ്രദേശത്തിൻ്റെ ചുറ്റും കാണുമ്പോൾ തന്നെ ആ ഒരു ദുരന്തത്തിൻ്റെ ബാക്കി കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾക്ക് തന്നെ ഇത്രമാത്രം വേദനയുണ്ടെങ്കിൽ ആ ദുരന്തം നേരിട്ട് അനുഭവിച്ചവർ ആ നാട്ടിലേക്ക് തിരച്ചിലിനായി അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തേടി തങ്ങളുടെ ഉറ്റവരെ തേടിയെത്തുമ്പോൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ആ ദൃശ്യങ്ങളൊക്കെ അവർ നേരിട്ട് ഇത്രയും നാൾ നമ്മൾ തുടക്കത്തിലൊക്കെ സൂചിപ്പിച്ചതാണ് നാടിൻ്റെ ഒരു ഭംഗി അത് എത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് കൃത്യമായി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അത്രമാത്രം സുന്ദരമായൊരു നാടാണ് ഇപ്പോഴിതാ പ്രേക്ഷകർ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ചളിയിൽ കുഴഞ്ഞ് നിൽക്കുന്നത്. നമ്മൾക്കൊന്നും കാണാനില്ല, കുറേ നിരപ്പായ സ്ഥലങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ ആ നാട്ടുകാർ, അവിടെ ജീവിച്ചിരുന്നവർ, അവിടെ ജനിച്ചു വളർന്നവർ, തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഒരുമിച്ച് താമസിച്ചവർ അവസാനമായി ആ നാട്ടിലേക്ക് എത്തുമ്പോൾ അവരുടെ അല്ലെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തേടി ഉറ്റവർ തന്നെ തിരച്ചിലിനിറങ്ങുന്ന ആ ഒരു അവസ്ഥ അത് നമ്മൾക്ക് ചിന്തിക്കുന്നതിലും അപ്പുറത്തേക്കാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് അവസാന പ്രതീക്ഷയാണ് തങ്ങളുടെ വേണ്ടപ്പെട്ടവരെ ഒരു നോക്കൊരു പക്ഷേ അവസാനമായി കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ, അവരുടെ മൃതദേഹമെങ്കിലും കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് കരുതിക്കൊണ്ടാണ് അവർ ആ തിരച്ചിലിന് ഇറങ്ങിയിട്ടുണ്ടാവുക. അത് ഏറെ വേദനിപ്പിക്കുന്നൊരു കാര്യമാണെങ്കിൽ പോലും ഒരു പക്ഷേ ഇത്രയും നാളും നമുക്കറിയാം കഴിഞ്ഞ 10 ദിവസം ഊർജിതമായ തിരച്ചിൽ തന്നെയാണ് നടന്നത് ചൂരൽമലയിലും മുണ്ടക്കയിലും അടക്കം. പക്ഷേ ഇന്ന് ഒരു പക്ഷേ ആ നാട്ടുകാർ അവരുടെ വേണ്ടപ്പെട്ടവർ തിരച്ചിലിനിറങ്ങുമ്പോൾ ഇപ്പോഴും സർക്കാരിൻ്റെ കണക്കാണ് അനുസരിച്ച് 130-ലധികം പേരെ കാണാനുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ 160-ൽ-അധികം ആളുകളെ കാണാനുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ടുകിട്ടുമോ, തങ്ങളുടെ വേണ്ടപ്പെട്ടവരെ കണ്ടുകിട്ടുമോ എന്നുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് അവർ തിരച്ചിൽ ഇന്ന് ആരംഭിച്ചത്. ഏറ്റവും പ്രധാനമായി ഉറ്റവരെ തേടിയുള്ള തിരച്ചിൽ എന്ന് തന്നെ നമുക്ക് പറയാം. ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നും കാണാനില്ല ആ നാട്ടിൽ. ഒരുപാട് ശാന്തസുന്ദരമായ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചൊരു നാടായിരുന്നു ഇതിനു മുൻപ്, ആ ദുരന്തത്തിന് മുൻപ് ആ നാട്. പക്ഷേ ആ പ്രകൃതി തന്നെ കലിതുള്ളി സംഹാര താണ്ഡവമാടി ആ മണ്ണ് ഇപ്പോൾ വെറും ചളിക്കുഴമ്പായി മാറിയ ഒരു സാഹചര്യമാണ്. അവിടേക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തേടി ഉറ്റവരെ തേടി അവർ ഇറങ്ങുകയാണ് തിരച്ചിലിനായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 11 മണി വരെ മാത്രമേ അവിടെ തിരച്ചിലുണ്ടാവുകയുള്ളൂ. ഏറ്റവും പ്രധാനമായി ഇന്ന് 11 മണിക്ക് ശേഷം പ്രധാനമന്ത്രി നാളെ എത്തുന്നതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് 11 മണി വരെ തിരച്ചിൽ മാറ്റി നിർത്തിയത്. ഡാൻ കുര്യൻ അവിടെ നിന്ന് തുടരുന്നുണ്ട്. ഡാൻ, കൃത്യം 11 മണിക്ക് തന്നെ ഈ തിരച്ചിൽ അവസാനിപ്പിക്കുമെന്നാണോ മനസ്സിലാക്കുന്നത്? പ്രധാനമായും 6 സോണുകളായി തിരിച്ച് മേഖലകളായി തിരിച്ചാണല്ലേ ഇന്നത്തെ തിരച്ചിൽ നടക്കുന്നത് ഡാൻ? സ്വാഭാവികമായി ഞാൻ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ച പോലെ ഈ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ ഈ 2 ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രദേശങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളുകളുടെ കൂടി സഹായത്തോടെ രക്ഷപ്പെട്ട പ്രദേശവാസികളുടെ സഹായത്തോടെ ഈ മേഖലകളിൽ വിശദമായ പരിശോധനകൾ നടത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നതും. സ്വാഭാവികമായി ഈ മേഖലകളിൽ വ്യാപകമായ തെരച്ചിൽ, അവിടെ നിന്ന് ഈ വീടുകൾ പൂർണ്ണമായി ഒലിച്ച് താഴേക്ക് പതിച്ച ഒരു നിലയിലാണ്. അതുകൊണ്ട് തന്നെ എസ് ആകൃതിയിൽ ഈ പുഴ, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായി ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാകും, ഈ വെള്ളാർമലയുടെ ആ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് നിന്ന് എസ് ആകൃതിയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ചൂരൽമല ഭാഗത്തേക്ക് ഈ ഉരുൾപൊട്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ
ഏതൊക്കെ ഭാഗങ്ങളായിരുന്നു വീടുകൾ കൃത്യമായി ഉണ്ടായിരുന്നത്, ആളുകൾ കൂടുതലായി അടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തമായ ധാരണ നൽകാൻ പ്രദേശവാസികൾക്ക് കഴിയും എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഈ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാനോ നമുക്ക് എത്തപ്പെടാനോ കഴിയാത്ത ഈ തോട്ടങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ള സൂചിപ്പാറയിലെയും കാന്തൻപാറയിലെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സൺറൈസ് വാലിയിലെയും ഒറ്റപ്പെട്ട മേഖലകളിലും ഇതേ പരിശോധനകൾ നടക്കുകയാണ്. ആ പരിശോധനകൾക്കിടയിലാണോ ആ മൃതദേഹ ഭാഗങ്ങൾ കൂടുതലായി കണ്ടെത്താൻ സാധ്യതയുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ കൂടി രക്ഷാദൌത്യ സംഘത്തിനുണ്ട്. കാരണം ഈ ഭാഗങ്ങളിൽ കടാവർ നായ്ക്കളുടെ സഹായത്തോടെ നടത്തിയ പരിശോധനകളിൽ കഴിഞ്ഞ ദിവസവും ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ജനകീയ തെരച്ചിലിലൂടെ കൃത്യമായി ഈ കാണാതായ ആളുകളെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം ലഭിക്കും എന്നൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ മണ്ണിനടിയിൽ വ്യാപകമായ തെരച്ചിൽ മണ്ണ് നീക്കിക്കൊണ്ടും കല്ലുകൾ മാറ്റിക്കൊണ്ടും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തഭൂമിയിൽ അടക്കം ഇന്ന് തിരച്ചിൽ നടക്കുകയാണ്. ജനകീയ തിരച്ചിലാണ് നടക്കുന്നത്. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരന്തത്തിൽ നേരിട്ട് ഇരകളായ ആളുകളടക്കം ആ ദുരന്ത ഭൂമിയിൽ ഇന്ന് തിരച്ചിലിൽ പങ്കാളികളാകും. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഉറ്റവരെ തേടിയുള്ള അവസാന തിരച്ചിൽ എന്ന തരത്തിലേക്കാണ് അവർ ഇറങ്ങുന്നത് ആ ഭൂമിയിലേക്ക്. അതിലും പ്രധാനം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വയനാട്ടിലെത്തും. അതിന് മുൻപോടി ഇന്ന് കേന്ദ്ര സംഘമെത്തും. ഒരുപാട് പ്രതീക്ഷയിലാണ് വയനാടും കേരളവും. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, VM ശ്യാംകുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഉരുൾപൊട്ടൽ അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ഒരു നാടിന്റെ മുഴുവൻ വേദനയാണ്, ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാക്കിയൊരു ദുരന്തമായിരുന്നു. ആ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ ഹർജി സ്വീകരിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ആ ഹർജി ഇന്ന് പരിഗണിക്കുന്നത് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് പ്രധാനമായും ആ ഹർജിയിൽ പരിഗണിക്കുക? വിവരങ്ങൾ. ഭവ്യ, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം ഈ വയനാട്ടിലുണ്ടായ വലിയൊരു ദുരന്തം, അതിന്റെ വേദനയിലും ഞെട്ടലിലുമാണ് ഇപ്പോഴും കേരളം. എന്തായാലും സ്വമേധയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇന്നലെ കേസ് എടുത്തിരിക്കുന്നത്. ഇത് പത്രങ്ങളിൽ വന്ന വാർത്തയും മറ്റതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കേസ് എടുക്കാൻ ഹൈക്കോടതിയെ പ്രേരിപ്പിച്ചത്. എന്തായാലും ഇത്തരത്തിൽ നമുക്കറിയാം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ സർക്കാർ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഈ നിയമവ്യവസ്ഥയൊക്കെ മാറ്റി എഴുതി ഈ ജീവനുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹൈക്കോടതി ഇത് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഏതൊക്കെ വിധത്തിൽ ഒരു മാറ്റം വരുത്താം, അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിൽ ദുരന്തം ഒഴിവാക്കാൻ എന്തൊക്കെ നടപടികൾ നമുക്ക് സ്വീകരിക്കാം. ഒറ്റക്കെട്ടായി തന്നെ കേരളം നമ്മൾ ഈ ഒരു വലിയ ദുരന്തത്തെ അതിജീവിച്ചിട്ടുണ്ട്. ഇനിയും ഇതൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ ഏതൊക്കെ നടപടികൾ നമ്മളെ കൊണ്ട് സ്വീകരിക്കാനാകുമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈക്കോടതി ഇന്ന് സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ അത് ഏറെ നിർണായകമാണ്. വേണ്ട രീതിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള മാറ്റം വരുത്തണമെങ്കിൽ ആ നിയമത്തിൽ ആ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് ഹൈക്കോടതിയും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ഈ ഒരു ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി പ്രധാനമായും പറഞ്ഞത് ഖനനം, പ്രളയം ഉൾപ്പെടെയുള്ളവ നിയന്ത്രിക്കാൻ ഏതെല്ലാം കാര്യം ചെയ്യാനാകുമെന്ന കാര്യത്തിലും അഡ്വക്കേറ്റ് ജനറൽ വിശദീകരണം നൽകണം. പരിസ്ഥിതി ലോല മേഖലകളിലെ സുസ്ഥിര വികസന പദ്ധതികളിൽ പുനർചിന്തനം അനിവാര്യമായ ഘട്ടമാണിത്. ആവശ്യമെങ്കിൽ സർക്കാർ നിലവിലുള്ള നിയമങ്ങളിൽ ഭേദഗതി വരുത്തണമെന്നും ഡിവിഷൻ ബെഞ്ച് ഇന്നലെ നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഈ ഉരുൾപൊട്ടൽ അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ പ്രധാനമായും ചെയ്യാൻ കഴിയുമെന്നായിരിക്കും സർക്കാർ ഇന്ന് ഹൈക്കോടതി അറിയിക്കാൻ പോകുന്നതല്ലേ? എപ്പോഴത്തേക്കായിരിക്കും ഈ ഒരു ഹർജി പരിഗണിക്കുക നവമി? ഭവ്യ, രാവിലെ തന്നെ ഈ ഹർജി പരിഗണിക്കും. കോടതി പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം തന്നെ ആദ്യമായോ അല്ലെങ്കിൽ രണ്ടാമതായോ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇനി ലഭ്യമാകുന്നതേ ഉള്ളൂ. എന്തായാലും ഹർജി ഇന്ന് തന്നെ പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെ ഹർജി പരിഗണിച്ചു.
ഉരുൾപൊട്ടൽ മാത്രമല്ല, ഇത്തരത്തിൽ നമുക്കറിയാം മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ, പ്രളയമായിക്കോട്ടെ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മഴക്കെടുതികളായിക്കോട്ടെ, ഉരുൾപൊട്ടലായിക്കോട്ടെ, ഇതെല്ലാം ഇന്ന് ഹർജി പരിഗണിക്കുന്നുണ്ട്. ഇതെല്ലാം ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം എന്നോണം നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നാണ് ഹൈക്കോടതി ഇന്ന് വിശദമായി പഠിക്കുക. അതിനുശേഷമായിരിക്കും ഒരു നിർദ്ദേശം നൽകാനും സാധ്യത. ഭവ്യ, തീർച്ചയായും വളരെ വ്യക്തമാണ്. നോബി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ആംബുലൻസുകളിൽ എത്തിക്കുന്നതും സർവ്വമത പ്രാർത്ഥനയ്ക്ക് ശേഷം അവ സംസ്കരിക്കുന്നതും പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ് പുത്തുമലയിൽ ഇപ്പോൾ. 38 മൃതദേഹങ്ങൾ സംസ്കരിക്കാനായി സജ്ജീകരിച്ച സ്ഥലത്ത് ഇതിനോടകം 228 പേരുടെ ശവകുടീരങ്ങളാണ് ഉയർന്നത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നോവേറും കാഴ്ചയായി മാറുകയാണ് പുത്തുമലയിലെ ഹാരിസൺ പ്ലാന്റേഷൻ. ചൂരൽമലയെയും മുണ്ടക്കയെയും തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയായി മാറുകയാണ് പുത്തുമലയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ നിന്നുള്ള ഈ കാഴ്ചകൾ. 228 പേരുടെ മൃതദേഹങ്ങളാണ് 10 ദിവസത്തിനിടയിൽ ഈ പ്ലാന്റേഷന്റെ മുകളിലും താഴെയുമായി ഇതിനോടകം സംസ്കരിച്ചിരിക്കുന്നത്. ശരീരഭാഗങ്ങൾ മാത്രം 186 പൂർണ്ണ മൃതദേഹങ്ങൾ 42. ഈ കണക്കുകൾ ഓരോ ദിവസവും ഉയർന്നു തന്നെ വരികയാണ്. കഴിഞ്ഞ 4-ാം തീയതി വൈകിട്ടാണ് ആദ്യമായി 8 മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിക്കാൻ എത്തിക്കുന്നത്. 65 സെന്റ് സ്ഥലത്ത് 38 മൃതദേഹങ്ങൾ സംസ്കരിക്കുകയായിരുന്നു ആദ്യം ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടലിലൂടെ എടുത്ത തീരുമാനം. പക്ഷേ പിന്നീട് കണ്ടെത്തുന്ന മൃതദേഹങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങിയതോടെ ഇതേ സ്ഥലത്ത് തന്നെ മറ്റ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ഒരു തീരുമാനം പിന്നീട് കൈക്കൊള്ളുകയായിരുന്നു. ഈ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകൾ ആരുടെയും കരളലിയിപ്പിക്കും. പുത്തുമലയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി 5 വർഷം പിന്നിടുന്ന അതേ ദിനത്തിൽ പുത്തുമലയുടെ മറുഭാഗത്തു നിന്നുള്ള കാഴ്ച ആരുടെയും കരളലിയിപ്പിക്കുന്നതാണ്. 228 പേരുടെ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ജീർണിച്ചു പോയ മൃതദേഹങ്ങൾക്കാണ് എല്ലാ ആദരവും നൽകിക്കൊണ്ട് പോലീസിന്റെയും മതമൈത്രിയുടെ പ്രതീകമായി വിവിധ വിശ്വാസങ്ങളിൽ ഉൾപ്പെട്ട ആചാര്യന്മാരുടെയും എല്ലാ ആദരവും നൽകിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ സംസ്കരിച്ചിരിക്കുന്നത്. പേരും വീടും ഒന്നും അറിയത്തില്ലാത്തതിനാൽ ഈ കാണുന്ന സർവേ കല്ലുകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന നമ്പറുകളിലായിരിക്കും ഇവർ ഇനിയങ്ങ് അറിയപ്പെടുക. ഈ ദുരന്തത്തിന്റെ മഹാദുരന്തത്തിന്റെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മയായി മാറുകയാണ് പുത്തുമലയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ. ക്യാമറമാൻ പ്രജിത് കാങ്ങോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം വികസന പദ്ധതികളിൽ നിന്ന് പുറകോട്ട് പോകില്ലെന്ന് മന്ത്രി MP രാജേഷ്. പക്ഷേ കേരളയിൽ അടക്കമുള്ള പദ്ധതികളിൽ പരിസ്ഥിതി ആഘാത പഠനങ്ങളെല്ലാം പൂർത്തിയാക്കാതെ സർക്കാർ മുന്നോട്ട് പോകില്ല. കാലാവസ്ഥയെ പരിഗണിക്കാതെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ലെന്നും മന്ത്രി ന്യൂസ് 18 Q18. പരിസ്ഥിതി മാറ്റം പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ കേരളയിൽ പ്രതിഷേധമൊക്കെ നടത്തിയതെന്ന് ഈ സമയത്ത് പോലും പ്രതിപക്ഷം കോൺഗ്രസും ഒക്കെ പറയുന്നുണ്ട്. അത് സർക്കാർ എങ്ങനെ കാണുന്നുണ്ട്? കേരളിന് സാധ്യതയും വെല്ലുവിളിയൊക്കെ അത് ഈ ഒരു ഘട്ടത്തിൽ അത് മാറ്റി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടോ? അല്ല, ഇപ്പം നമ്മൾ കേരളയിലല്ല ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് വികസന പദ്ധതികൾ ഉപേക്ഷിക്കുക എന്നതല്ല, ഒരു നീജർക്ക് റിയാക്ഷൻ എന്ന് പറയും, അതല്ല ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. ദുരന്തമുണ്ടായി, ഇനിയൊന്നും വേണ്ട, അങ്ങനെയല്ല. നമ്മൾ ദുരന്തത്തെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുക? ഒരു ശാസ്ത്രീയ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ആ ശാസ്ത്രീയ സമീപനം ഗവൺമെൻറ് എല്ലാ കാര്യത്തിലും പുലർത്തുന്നുണ്ട്, അത് തുടർന്നും ഉണ്ടായിരിക്കും. അടിമുടി ശാസ്ത്രീയമായിട്ടുള്ളൊരു സമീപനമായിരിക്കും ഇക്കാര്യങ്ങളിലെല്ലാം സർക്കാർ സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ ശാസ്ത്രത്തിൻ്റെ അറിവുകളൊക്കെ ലഭ്യമാണല്ലോ, ആ അറിവുകളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏത് പദ്ധതി നടപ്പാക്കുമ്പോഴും ഇത്തരം പഠനങ്ങളില്ലാതെ നടപ്പാക്കാനാവില്ല. അപ്പം അതുകൊണ്ട് ഈ പദ്ധതികൾ ആകെ ഉപേക്ഷിക്കണം എന്ന വാദം അത് വളരെ ബാലിശമായിട്ടുള്ള വാദമാണ്. ഇപ്പോൾ തന്നെ ഏത് പദ്ധതിയും നടപ്പാക്കണമെങ്കിൽ ഇത്തരം പഠനങ്ങൾ അനിവാര്യമാണ്, ക്ലിയറൻസസ് അനിവാര്യമാണ്. ഒരു ക്ലിയറൻസും ഇല്ലാതെ ഒരു പദ്ധതി നടപ്പാക്കാനാവില്ലല്ലോ. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വയനാട്ടിലെ ക്യാമ്പിലെത്തി സൗജന്യമായി മൊബൈൽ ഫോണുകൾ നൽകിയ ചെങ്ങായീസ് വണ്ടൂർ എന്ന സംഘം അവിടെ സേവനങ്ങൾ തുടരുകയാണ്. ക്യാമ്പിലെ കൊച്ചുകുട്ടികൾ നെയ്ച്ചോറ് കഴിക്കണമെന്ന ആഗ്രഹം അവരോട് പങ്കുവച്ചപ്പോൾ അതും ഇത്തവണ ചെങ്ങായീസ് അവിടെ ഒരുക്കി നൽകി. കേരളം വയനാടിനൊപ്പം നിൽക്കുകയാണ്. ഓരോ ദിവസവും ക്യാമ്പുകളിലേക്ക് സഹായ സഹകരണങ്ങൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ സൗജന്യമായി മൊബൈൽ ഫോണുകൾ നൽകാൻ പോയതായിരുന്നു ചെങ്ങായിസ് വണ്ടൂർ കൂട്ടായ്മ. ക്യാമ്പിലെ കുട്ടികളാണ് നെയ്ച്ചോറും കോഴിയിറച്ചിയും കിട്ടുമോ എന്നൊരാഗ്രഹം കൂട്ടായ്മയിലെ സിറാജിനോട് അന്വേഷിച്ചത്. സിറാജ് സുഹൃത്തായ KT അഞ്ജുമിന്റെ സഹായത്തോടെ 2 ക്യാമ്പുകളിലുള്ള 600ഓളം പേർക്ക് അരിയും കോഴിയും അതിനുവേണ്ട മറ്റ് സാധനങ്ങളും എത്തിച്ചു നൽകി. പലതവണ ക്യാമ്പുകളിൽ പോയി സഹായങ്ങൾ എത്തിച്ചതോടെ അവിടെ നിന്ന് നിരവധി പേരാണ് വിവിധ ആവശ്യങ്ങളുമായി സിറാജിനെ ബന്ധപ്പെടുന്നത്. ക്യാമ്പിൽ നിന്ന് ആവശ്യപ്പെട്ട പ്രകാരം 30 പർദ്ദയും എത്തിച്ചിരുന്നു. ഫോണിന്റെ ആവശ്യവും മറ്റും പറഞ്ഞ് വിളിക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ്. തുടർന്നും തങ്ങളാൽ കഴിയുന്ന സഹായം തുടരാനാണ് സിറാജിന്റെയും അഞ്ജുമിന്റെയും ചെങ്ങായിസിന്റെയും തീരുമാനം. ന്യൂസ് 18 മലപ്പുറം. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കൈത്താങ്ങാവാൻ വണ്ടൂർ സാഗർ ഹോട്ടലുടെ മകളും ജീവനക്കാരും. ഒരു ദിവസത്തെ മുഴുവൻ വരുമാനം ഇവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. ഒരു ദിവസത്തെ കച്ചവട വരുമാനവും തൊഴിലാളികളുടെ കൂലിയും ഉൾപ്പെടെ എല്ലാം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനായിരുന്നു ഹോട്ടൽ ഉടമകളുടെ തീരുമാനം. ഇക്കാര്യം കാട്ടി കഴിഞ്ഞ ദിവസം തന്നെ ഹോട്ടലിന് മുൻവശം ഫ്ലക്സ് സ്ഥാപിച്ചിരുന്നു. ഇതോടെയാണ് മിക്കവരും ഇന്ന് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും അടക്കം സാഗർ ഹോട്ടലിൽ നിന്നാക്കിയത്. സാഗർ ഹോട്ടൽ നടത്തുന്ന ഇന്നത്തെ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഇന്ന് രാവിലെ ഞങ്ങൾ മുഴുവൻ ടീമും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റും ഇനി ഉച്ചയ്ക്ക് ലഞ്ചും കഴിക്കാനുള്ള തീരുമാനമുണ്ട്. സാഗർ നടത്തുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിനും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും. കച്ചവടം ജീവകാരുണ്യ പ്രവർത്തനത്തിനായതിനാൽ രാവിലെ മുതൽ തന്നെ ഹോട്ടലിൽ വൻ തിരക്കായിരുന്നു. ഓർഡറുകളുടെ എണ്ണത്തിലും വർധനയുണ്ടായി. ബിരിയാണി അടക്കം പതിവിൽ കൂടുതലായി ഹോട്ടലിൽ തയ്യാറാക്കിയിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം ചിലർ ബാക്കി പൈസയടക്കം വാങ്ങാതെ സഹകരിച്ചതായും ഉടമകളിൽ ഒരാളായ പുതിയത് ഷിഹാബ് പറഞ്ഞു. വയനാടിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇന്നത്തെ ഫുൾ കളക്ഷൻ രാവിലെ മുതൽ വൈകുന്നേരത്ത് വരെയുള്ള എല്ലാ കളക്ഷനും ചെലവ് പോവുക എല്ലാ ചെലവും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുകയാണ്. അതോടൊപ്പം മറ്റുള്ള നമ്മുടെ വയനാടിന്റെ അധാരണമായ മരണപ്പെട്ട അവരുടെ എല്ലാ ദുഃഖത്തിലും ഞങ്ങളും പങ്കുചേരുന്നു. 60,000-ത്തിലധികം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇവർ കൈമാറുന്നത്. ന്യൂസ് 18 മലപ്പുറം. ഇത്തരത്തിലുള്ള കുറേ മനുഷ്യരുള്ളപ്പോൾ എങ്ങനെയാണ് ഈ നാട് രക്ഷപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ എങ്ങനെ ഈ നാട് അതിജീവിക്കാതിരിക്കുമല്ലേ? കാരണം നമ്മൾ ഇന്നലെ ആ വയനാട്ടിലുള്ള കളക്ഷൻ സെൻറ്ററിൻ്റെ കാഴ്ചകൾ കണ്ടതാണ്. അവിടെ അത്രമാത്രം ഒരു കലവറയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള അത്രമാത്രം സാധനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു നാട് മുഴുവൻ അങ്ങോട്ട് എത്തിച്ചതാണ്. അപ്പോൾ വയനാട് ഒറ്റയ്ക്കല്ല, അതിജീവനം നമുക്ക് വളരെ എളുപ്പത്തിൽ സാധ്യമാകും, അല്ലെങ്കിൽ സാധ്യമാകണം. വയനാട് പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് RP ഗ്രൂപ്പ് ചെയർമാനും പ്രവാസി വ്യവസായിയുമായ ഡോക്ടർ B രവി പിള്ള 5 കോടി രൂപ കൈമാറി. RP ഗ്രൂപ്പ് പ്രതിനിധികളായ ആശിഷ് നായർ, KV ജെയിൻ, CP നൌഫൽ എന്നിവർ മുഖ്യമന്ത്രിയുടെ ചേംബറിലെത്തിയാണ് ചെക്ക് കൈമാറിയത്. തിരിച്ചെത്താം വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം. കാത്തിരിക്കാം. തിരികെ വാർത്തയിലേക്ക്. കവളപ്പാറയുടെ ബാക്കി. കവളപ്പാറ ദുരന്തത്തിൽ മരണമടഞ്ഞവരിൽ 59 പേരിൽ 48 പേരുടെ മൃതദേഹങ്ങളോ ശരീരാവശിഷ്ടങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. മേഖലയിലെ വീടുകളിലെയും അവിടെ ഉണ്ടായിരുന്നവരെയും കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്ന നാട്ടുകാർ തിരച്ചിൽ ദൗത്യത്തിൽ സജീവമായതുകൊണ്ടുകൂടിയാണ് ഇത് സാധ്യമായത്. ആ തിരച്ചിൽ ദൗത്യം ഇന്നും ഇവർക്ക് ഉള്ളു പൊള്ളിക്കുന്ന അനുഭവമാണ്, ഓർമ്മയാണ്. നിലമ്പൂർ കവളപ്പാറ ഭൂതാനത്ത് മുത്തപ്പൻകുന്ന് ഇടിഞ്ഞിറങ്ങിയ ദുരന്തത്തിന് 5 വർഷം തികയാൻ പോവുകയാണ്. ആ ഒരു കാഴ്ചകളും അന്നത്തെ ദൃശ്യങ്ങളൊന്നും ആർക്കും മറക്കാനാകില്ല. പക്ഷേ ആ ഒരു കാലത്ത് ഈ മണ്ണിലകപ്പെട്ട 48 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞത് ഈ പ്രദേശവാസികളുടെ സജീവമായിട്ടുള്ള ഇടപെടൽ കൊണ്ടായിരുന്നു. അന്ന് ആ ദൗത്യത്തിനൊക്കെ എപ്പോഴും കൂടെ നിന്ന് സജീവമായി നിന്നിരുന്ന ശ്രീ രാജേഷ് പവനിക്കാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഓരോ വർഷവും നമ്മൾ പങ്കുവയ്ക്കുന്നതാണ് ഈ ഒരു ഓർമ്മകളും ഇതൊക്കെ. എത്ര കാലം കഴിഞ്ഞാലും മനസ്സെന്നത് മാറും ചെയ്യില്ല എന്ന് എനിക്കറിയാം. ഇപ്പോൾ ഈ ഒരു പ്രദേശം ഈ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ എന്താ ആദ്യം തോന്നുന്നത്? ഇത് ഞങ്ങൾക്ക് മനസ്സിലെന്നും എപ്പോഴും എല്ലാ ദിവസവും ഓർമ്മിക്കുകയാണ്. നമ്മൾ ഈ മണ്ണിടിഞ്ഞതും എല്ലാ ദിവസവും ഞങ്ങൾ ഇതിന് മുന്നിൽ കൂടെ തന്നെ കടന്നു പോകുന്ന എല്ലാ ദിവസവും
ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഓർമ്മിക്കും. ഓരോ സംഭവങ്ങളുണ്ടാകുമ്പോൾ നമുക്കുണ്ടായ സംഭവങ്ങളെ വെച്ചിട്ട് ഇപ്പോൾ അർജുൻ്റെ വിഷയം സംഭവം ഉണ്ടായപ്പോൾ നമ്മുടെ വിഷയങ്ങൾ വെച്ചിട്ടാണ് അതിനെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഭീകരത ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതിൻ്റെ എത്രമാത്രം അത് ഫീൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഞങ്ങളത് അനുഭവിച്ച് കഴിഞ്ഞ ആൾക്കാരായതുകൊണ്ട് അതേപോലെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ആ അർജുൻ്റെ ഇതൊന്നും ഞങ്ങൾക്ക് എടുത്ത് നോക്കാൻ പോലും കഴിയത്തില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കുകയായിരുന്നു. അപ്പം ആ ഒരു അവസ്ഥ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഓരോ കൊല്ലവും ഈ എന്തെങ്കിലും സംഭവങ്ങളുള്ള മണ്ണിടിച്ചിൽ കാര്യങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഭീകരത ഞങ്ങൾക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. ഈ അന്ന് ഞാൻ എന്തെന്ന് ചോദിക്കുന്നതാണ്, രാജേഷ് ഏട്ടനാണ് എനിക്ക് ആദ്യത്തെ ഓർമ്മയുണ്ട്. 2ാം ദിവസം ഇവിടെ രക്ഷാപ്രവർത്തനം വന്നപ്പോൾ ഒരു കടലാസിൽ ഈ ഒരു പ്രദേശത്തിൻ്റെ ചിത്രം വരച്ച് വീടുകൾ ഇതൊക്കെയാണെന്ന് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ആദ്യമായിട്ട് സംസാരിച്ചിരുന്നത്. ആ ഒരു മാപ്പ് വെച്ചിട്ടാണ് അന്ന് ഫയർഫോഴ്സ് ആയിക്കോട്ടെ ഇവരൊക്കെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതും കൃത്യമായി ഈ തെരച്ചിൽ നടത്തിയതും. ശരിക്കും അന്നത്തെ ഒരു വലിയ വെല്ലുവിളി എന്തായിരുന്നു? അന്നത്തെ വെല്ലുവിളി നമുക്ക് നിന്നോടത്തുനിന്ന് പെരകൾ മാറിപ്പോയിട്ടുണ്ട്, ആൾക്കാർ വേറെ സ്ഥലങ്ങളിലേക്ക് ഒഴുകി നീങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് ഈ ഭൂമികാട്ടിനെ ശരിക്കും അറിയായിരുന്നു. അപ്പം മണ്ണൊഴുകി വന്ന ഡയറക്ഷൻ നോക്കിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ആ ഒഴുകി നീങ്ങിയത് പോലെ തന്നെ ഞങ്ങൾ അന്വേഷിച്ചു തന്നു. അങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ബാക്കി 11 ബോഡിയും എവിടെയാണ് ഡെപ്പോസിറ്റ് ആയേക്കുന്നത് അറിയാം. പക്ഷെ നമുക്ക് എടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അത് മണ്ണിൻ്റെ അടിയിൽ അത്രയും ഡെപ്തായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങി അവിടെ നിന്ന് എടുക്കാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് എടുക്കാൻ പറ്റാണ്ടിരുന്നത്. ആ സറൗണ്ടിങ്ങിൽ ഉണ്ടെന്ന് ഞങ്ങൾക്ക് കൃത്യമായൊരു ബോധ്യമുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തേക്കും മണ്ണ് നീങ്ങിയത് എങ്ങനെ, അതിൻ്റെ ഓരോ പ്രാവശ്യം മാന്തുമ്പോഴും അതിൻ്റെ അടിഭാഗത്ത് എത്രമാത്രം ക്ലിയർ ചെയ്യുന്നുണ്ട്, എത്രമാത്രം മണ്ണ് ഒലിച്ചു പോയി, എത്രമാത്രം മണ്ണ് മുകളിൽ നിന്ന് വന്നു, ഇതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു. അത് നമുക്ക് പ്രദേശവാസി എന്ന നിലയ്ക്ക് നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ നിലവാരം എങ്ങനെയായിരുന്നു ഉണ്ടായെന്ന് അറിഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തെടുക്കാൻ കഴിഞ്ഞുകൊണ്ട് എളുപ്പം ഞങ്ങൾക്ക് എൻ്റെ ബോഡി ഡെക്കോർ ചെയ്യണം. ഈ 11 പേര് ഇപ്പോഴും ഈ മണ്ണിനടിയിൽ എവിടെയോ ആയിട്ടുണ്ട്. അന്ന് തിരച്ചിൽ നിർത്താൻ നിങ്ങൾ സമ്മതിച്ചിരുന്നില്ല നാട്ടുകാരൊന്നും. ഏത് സാഹചര്യത്തിലായിരുന്നു നിർത്താൻ ഒരു സമയപരിധി കഴിഞ്ഞതുകൊണ്ടാണ്? എന്തായിരുന്നു അന്ന് സർക്കാർ നിങ്ങളോട് പറഞ്ഞത്? അത് നമ്മൾ 20 ദിവസം കഴിഞ്ഞു. പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് തന്നെ ബോധ്യമായി അവിടെ ചെന്ന് നമുക്ക് ബോഡി റിക്കവർ ചെയ്യാൻ കഴിയില്ല എന്ന് ശരിക്കും ബോധ്യമായി. കാരണം അത്രമാത്രം ചെളി പോലെ നിന്നിട്ട് 2-3 പ്രാവശ്യം വാഹനം ഇറങ്ങി ചെന്ന് അതിനുള്ളിൽ കുടുങ്ങി വാഹനം തിരിച്ചു കയറി വന്നു. പിന്നെ അതിൻ്റെ അത്രയും ഡെപ്തിൽ മണ്ണ് കിടക്കുകയാണ്. ഒരു 15 മീറ്ററോളം അടിയിലാണ് ബോഡി നിൽക്കുന്നത്. ലാസ്റ്റ് അനീഷിൻ്റെ ബോഡി കിട്ടുമ്പോഴത്തേനും നമുക്ക് അത്രയും ഡെപ്തിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള ബോഡികൾ നിന്ന് ആൾക്കാരും വെച്ച് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അതിൻ്റെ അടിയിലേക്ക് അഞ്ഞും പോകുന്നത്. പിന്നെ അത്രയും വെള്ളം വന്ന് കിടക്കുന്നു, ഇങ്ങനെ ചെളിപ്പാടം പോലെ കിടക്കുന്നു. വണ്ടി യാതൊരു കാരണവശാലും വർക്ക് ചെയ്യാത്തൊരവസ്ഥ. അങ്ങനെ നമുക്കൊരു നിവൃത്തിയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് നമ്മളതൊന്ന് നിർത്താം നമുക്ക് പറഞ്ഞത്. അതിനൊപ്പം തന്നെ ഏറ്റവും വലിയൊരു സങ്കടം രാജേഷേട്ടനോട് പറഞ്ഞത്, എന്നും കാണുന്ന ആൾക്കാർ ഇങ്ങനെ കാണേണ്ടി വരുമെന്ന് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല. പലരുടെയും വളയുടെ അടയാളത്തിലൊക്കെയാണ് ഡ്രസ്സിൻ്റെ തുണിയുടെ നിറം ഒക്കെ കണ്ടാണ് തിരിച്ചറിയുന്നത്. അവസാനമായപ്പോഴേക്കും അതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിരുന്നു. തീർച്ചയായിട്ടും അനീഷിന്റെ ബോഡി ഞങ്ങൾ എടുക്കുന്ന അനീഷിന്റെ ഡ്രസ്സും ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്ന ഡ്രസ്സാണ്. അവന്റെ ഒരു കാവ്യം മുണ്ടും ആ ഡ്രസ്സും അത് വെച്ചിട്ടാണ് ഞങ്ങൾ ആ ഒരു മനസ്സിൽ ആ ഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ അവസാനം അനീഷിന്റെ ബോഡി ഐഡന്റിഫൈ ചെയ്യുന്നത്. ആ ഡ്രസ്സും ആ മുണ്ടും അത് അതേപടി ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അങ്ങനെ ഓരോ ആൾക്കാരും നമ്മൾ കാണാൻ കഴിയില്ല. അന്നത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, മുഖമൊക്കെ മാറിക്കഴിഞ്ഞു, മൊത്തം നമുക്ക് ഒരു ഇതിലാണ്ടായി മാറിപ്പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ബോഡിയിൽ ആപ്പഴം അവശേഷിക്കുന്ന ഡ്രസ്സുകൾ കാര്യങ്ങളും വെച്ചുമാണ് നമ്മൾ ഓരോ ആൾക്കാരും ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് നമ്മൾ ഡെയിലി കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സിനായിരിക്കും എന്നുള്ള ഏകദേശം ധാരണയുണ്ട്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഡെയിലി കാണുന്നുള്ളതുകൊണ്ട് അപ്പോൾ അനീഷിനെ എല്ലാ ദിവസവും നമ്മൾ കാണുന്നത്. അപ്പോൾ അനീഷിൻ്റെ ഒരു കാവ്യമുണ്ടും ഒരു ഷർട്ടുമാണ് ധരിച്ചിരുന്നത്. ആ ഷർട്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ആ ധരിച്ചിരുന്ന അത് വെച്ച് തന്നെ അനീഷ് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്ത്. അത് വലിയൊരു വേദനയായിരുന്നല്ലോ നമ്മൾ എന്നും കാണുന്നവരെ. തീർച്ചയായിട്ടും നമുക്ക് അവരുണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന കുറേ സന്ദർഭങ്ങളുണ്ട് ജീവിതത്തിൽ ഇനി മുന്നോട്ട് വരുമ്പോഴും. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ലല്ലോ. അപ്പോൾ അത് നമുക്കൊരു വേദനയായിട്ട് എന്ന് നിലനിൽക്കും. 5 വർഷത്തിനിപ്പുറം എന്തൊരു കാട് പോലെ ആയി കാണുന്നു. കാട് ആയിക്കഴിഞ്ഞു. കാട് ആനകൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിന് കൃഷി ചെയ്യാൻ വേണ്ടി ആൾക്കാർക്ക് ഇത് ഇന്ന് വരെ അത് എന്താ ചെയ്യേണ്ടതെന്നൊരു പ്ലാനും പദ്ധതി ആക്കിയിട്ടില്ല. അപ്പോൾ അത് കൃഷി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആർക്കും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആനകൾ സ്ഥിരം കഴിഞ്ഞ ദിവസം ആന വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ കാണിച്ചു തന്നെ. അപ്പോൾ അത് ഫുള്ളായിട്ട് ആനകൾ വന്നിറങ്ങുന്നുണ്ട്. പന്നികളുടെ ശല്യം അതിനേക്കാളും കൂടുതൽ. അപ്പം ഇതിനെ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് തരംതിരിച്ചിട്ട് ഓരോരുത്തരുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ അവരെന്തെങ്കിലും കൃഷി ചെയ്തിട്ട് അത് ഡെവലപ്പ് ചെയ്യും. അതാണ് പ്രതീക്ഷ. ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ അല്ലേ? തീർച്ചയായും ഒരിക്കലും ആവർത്തിക്കാതിരിക്കട്ടെ. കാരണം അത്രയും വേദനാജനകമാണ്. നമുക്കത് കുറേയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ കഴിയും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ. ഇത് പിന്നെ ചില കാര്യങ്ങൾ നടന്നു പോവുകയാണ്, ഒരു രക്ഷയില്ല. രാജേഷിന് അത്രമാത്രം ഓർമ്മകളുണ്ട്. കാര്യം ആ ദിവസങ്ങളിൽ ഇത്രമാത്രം ഇടപഴകിയിരുന്നു ഈ ഒരു മേഖലയുമായിട്ടും ഇവിടുത്തുകാരുമായിട്ടൊക്കെ. രക്ഷാപ്രവർത്തനത്തിന്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നാട്ടുകാരിൽ ഒരാൾ കൂടിയാണ് രാജേഷ്. അതുകൊണ്ട് രാജേഷിന്റെ ഓർമ്മകൾ അത്രമാത്രം വേദന നിറഞ്ഞതാണ്.
ഈയൊരു കവളപ്പാറ ദുരന്തം മനസ്സിൽ മായാതെ കിടക്കുന്ന പലരിൽ ഒരാളാണ് രാജേഷ്. അഖിലോട്ട് പറയ്ക്കൊപ്പം സിവി അനുമോദ്, ന്യൂസ് 18. കവളപ്പാറ ദുരന്തം നടന്ന് 5 വർഷമാകുമ്പോഴും പരിഹാരം കണ്ടെത്താത്ത പ്രശ്നങ്ങൾ ഇനിയുമുണ്ട്. അപകടം നടന്നിടവും ഈ ഭൂമിക്കടുത്തുള്ള പ്രദേശങ്ങളും ഇപ്പോഴും ഒന്നും ചെയ്യാനാകാതെ കിടക്കുകയാണ്. ദുരന്തത്തിന് മുൻപ് റബ്ബറും കൃഷിവിളകളും എല്ലാം മികച്ച വരുമാനം ഇവർക്ക് ഉറപ്പാക്കിയിരുന്നു. ഇന്നിപ്പോൾ ഇവർക്ക് ഇത് ശാപഭൂമി പോലെയാണ്. സർക്കാർ പ്രദേശം കൃഷിയോഗ്യമാക്കി തരികയോ ഏറ്റെടുക്കുകയോ വേണമെന്ന ആവശ്യമാണ് സ്ഥലമുടമകൾക്കുള്ളത്. പലതവണ മുൻപിൽ അപേക്ഷ നൽകിയിട്ടും സർക്കാർ ഇതൊന്നും കണ്ടില്ലെന്നടിക്കുകയാണെന്നും ഇവർ പരാതി പറയുന്നു. ഞാൻ നിൽക്കുന്നത് കവളപ്പാറ ഭൂദാനത്താണ്. എനിക്ക് പിന്നിലാണ് ഈ അന്ന് 2019 ഇടിഞ്ഞിറങ്ങിയ മുത്തപ്പൻ കുന്ന്. ഇന്നിപ്പോൾ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഇവിടുത്തെ ഭൂപ്രകൃതിയൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. ചെറിയ ചെറിയ മൺകൂനകൾ ഒരു കുന്നുകളെ പോലെ തോന്നുന്ന തരത്തിലേക്ക് ഈ ഒരു മേഖല ഒന്നാകെ മാറി. വന്യജീവികളുടെ ശല്യം ഇവിടെ രൂക്ഷമായിട്ട് ആനകൾ സ്ഥിരമായിട്ട് ഇറങ്ങുന്നൊരവസ്ഥ. ഈ ഒരു മണ്ണ് ആ ദുരന്തത്തിന് ശേഷം രക്ഷാപ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കൂനയായി കൂട്ടിയിട്ടതാണ്. അതിനുശേഷം ഒന്നും തന്നെ ഇവിടുത്തുകാർക്ക് ഇവിടെ ചെയ്യാനോ ആകുന്നില്ല, ഈ മണ്ണ് ഉപയോഗിക്കാനോ ആകുന്നില്ല. നമ്മുടെ ഇപ്പോൾ ചേരുന്നത് ബാലകൃഷ്ണേട്ടനാണ്. ബാലകൃഷ്ണേട്ടൻ്റെ ഭൂമിയുടെ ഒരു ഭാഗത്തിലൂടെയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. അപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം ഈ ഒരു ഭൂമി ഉപയോഗിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രതിസന്ധിയിലാണുള്ളത്, അല്ലേ? അതെ, ഞാൻ 2023 മെയ് മാസം 20-ാം തീയതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തിരുവനന്തപുരത്ത് പോയി ഈ ഭൂമി കൃഷിയോഗ്യമാക്കി തരികയോ അല്ലെങ്കിൽ ഭൂമി സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് കർഷകരെ പരിഗണിക്കുകയോ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിന് ഞങ്ങൾക്ക് വെക്കാനുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. നമ്മുടെ പോത്തുകല്ലിൽ കൂടി പോകുന്ന മലയോര പാത വയനാട്ടിലേക്ക് എത്തും. ആ വയനാട്ടിലേക്കുള്ള മലയോര പാത ശരിയാവണമെങ്കിൽ വയനാട്ടിലേക്ക് എത്തണമെങ്കിൽ 30 കിലോമീറ്ററോളം ദൂരം അത്രയും സ്ഥലത്ത് കാട് വെട്ടണം. അപ്പൊ കാട് വെട്ടുന്നതിന് ഫോറസ്റ്റിന് ഈ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഫോറസ്റ്റിന് വനം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് കൊടുക്കാമെന്നൊരു നിർദ്ദേശം ഞങ്ങൾ വെച്ചിരുന്നു. പകരം ഭൂമിയായിട്ട് അത് വെക്കാം എന്ന് ഞങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. അത് പ്രായോഗികമാണ് എന്ന് മുഖ്യമന്ത്രിയുടെ PA സമ്മതിക്കുകയും ചെയ്തിരുന്നു. അത് ഇപ്പോൾ കൊടുത്തത് ഫെബ്രുവരി മാസം 23-ാം തീയതി ഞങ്ങൾ വീണ്ടും അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ദുരന്ത നിവാരണ സമിതിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ അടുത്തും ശേഖർ കുര്യാക്കോസ് സാറിന്റെ അടുത്തും പോയിരുന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ശരിയാക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ ഞാൻ മലപ്പുറത്തെ ദുരന്ത നിവാരണ സമിതിയുടെ ഓഫീസിൽ ചെന്ന് ഇതിന്റെ എന്തെല്ലാം ആയിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒന്നും അന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും നടന്നിട്ടില്ല. സർക്കാർ തീരുമാനം എടുത്ത് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ചേട്ടന്റെ എത്ര ഏക്കർ ഭൂമിയാണ് ഈ ഒരു മണ്ണിടിച്ചിൽ നഷ്ടമായത്? 1 ഏക്കർ 20 സെന്റ് ഭൂമി ഉണ്ടായിരുന്നു. അതിൽ 60 സെന്റ് പോയി. 116 റബ്ബർ മരം നിൽക്കുന്നുണ്ട്. 116 റബ്ബർ മരം പോയി. കറക്റ്റും അത്രയാണ്. 9 വർഷമായ റബ്ബറായിരുന്നു. നഷ്ടപരിഹാരം 30,000 വെട്ടി മാറ്റി ഒഴിവാക്കുന്നതിന് മാത്രം 30,000 രൂപയാണ് അന്ന് തന്നിട്ടുള്ളത്. വേറെ ഒന്നും തന്നിട്ടില്ല. ഭൂമിക്കൊന്നും കിട്ടിയിട്ടില്ല. ഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനും ആവശ്യമായ പരിഗണന സർക്കാർ കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ സർക്കാർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ അതിന് സമ്മതിക്കുന്നില്ല എന്ന ഒരു സ്വന്തം നിലയിൽ ചെയ്യാൻ അതിലേക്ക് യന്ത്രങ്ങൾ കയറ്റാൻ പാടില്ല എന്നാണ് അന്ന് ദുരന്ത നിവാരണ സമിതിയുടെ അധ്യക്ഷൻ പറഞ്ഞു. യന്ത്രങ്ങൾ കയറ്റാൻ അനുമതി വേണം. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. യന്ത്രമില്ലാതെ ഇത്രയും മണ്ണ് മാറ്റി നമുക്ക് കൃഷിയോഗ്യമാക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. കൂന കൂടി കിടക്കുന്നത് കാരണം. മണ്ണിടിച്ചിലിന്റെ ഭീഷണി ഈ ഭാഗത്തില്ല. ഇനി ഇടിയാൻ പോകുന്നത് തുടിമുട്ടി ഭാഗത്ത്, ഈ മലേന്റെ കിഴക്ക് ഭാഗത്ത്. കഴിഞ്ഞ വർഷം അവിടെ നിന്നുള്ള ആളുകളേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. അപ്പൊ വീണ്ടും അവിടെ വിള്ളലിന്റെ അതിന്റെ അടിയിൽ കൂടെ ഇതുപോലെ ചോല വന്നിട്ട് മണ്ണൊക്കെ ഒലിച്ചു പോവുകയാണ്. അപ്പൊ ഭൂമി താഴ്ന്ന് വിള്ളലുള്ള സാധ്യത ഉണ്ട്, ആശങ്ക ഉണ്ട്. എല്ലാ വർഷവും അവിടുന്ന് ഇങ്ങനെ ആളുകളെ മാറ്റുന്നുണ്ട്. 5 വർഷത്തിനിപ്പുറം ഇവിടെ നിൽക്കുമ്പോൾ ചേട്ടൻ എന്താ തോന്നുന്നത്? ഇവിടെ ആനകളൊക്കെ വരുന്ന ഒരു അവസ്ഥയ്ക്ക് സാധ്യത? 40 വർഷം മുമ്പ് ഇവിടെ കുടിയേറിയ ആൾക്കാരെ ഞങ്ങൾ കൊടശ്ശേരിയിൽ നിന്ന്. അന്നൊന്നും ആനയില്ലായിരുന്നു. ഞങ്ങൾ വനാതിർത്തിയിൽ നെല്ലുണ്ടാക്കിയിരുന്നു, കപ്പ ഉണ്ടാക്കിയിരുന്നു. അന്നൊന്നും ആന വന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ വനാതിർത്തിയും വിട്ട് ഏകദേശം 3/4 കിലോമീറ്ററിലധികം അപ്പുറത്ത് ഞങ്ങളുടെ ഈ പറമ്പിൽ ഇപ്പൊ ആന വരുന്നു. എല്ലാ ദിവസവും വരികയാണ്. അപ്പോൾ അന്ന് ദുരന്ത നിവാരണ സമിതിയുടെ അധ്യക്ഷൻ പറഞ്ഞു ഇവിടെ നമുക്ക് ഓറഞ്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാം. അപ്പോൾ ഞാൻ ആ സാറിനോട് ഒന്ന് പറഞ്ഞു, പകലി കാണുന്ന പോലെയല്ല സാറേ, സന്ധ്യ കഴിഞ്ഞാൽ അപ്പം ആന വരും ഇവിടെ എന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ വന്നാൽ സാറിന് വീണ്ടും കാണാൻ കഴിയും. മലയേട്ടൻ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആൾക്കാരും പരിചയക്കാരും ഒക്കെ ആയിരുന്നു ഇവിടെയൊക്കെ താമസിച്ചിരുന്നത്. അതെ, ഈ ഇവിടെയൊക്കെ വീടുകളൊക്കെ ആയിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ എത്രമാത്രം വിഷമമുണ്ട് ഈ ഓർമ്മകളൊക്കെ? വിഷമം എന്ന് പറഞ്ഞാൽ ഞാൻ CPM-ന്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു ഇവിടെ. ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി അംഗം ശ്രീധരന്റെ വീടായിരുന്നു. ഇപ്പം നമ്മൾ ഈ തൊട്ട് നിൽക്കുന്നതിന്റെ 10 അടി അപ്പുറത്ത്. എല്ലാ ആളുകളും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ആളുകളും പ്രിയപ്പെട്ട ആളുകളായിരുന്നു. നിർധനരായിരുന്നു, ആദിവാസികളായിരുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് എവിടെയും പോയി ജീവിക്കാനുള്ള കഴിവില്ലായിരുന്നു.
ഇപ്പൊ സർക്കാരും മറ്റ് സന്നദ്ധ സംഘടനകളും വ്യവസായികളും ഒക്കെ കൊടുത്തതുകൊണ്ട് മാത്രം കവളപ്പാറയുള്ള കുറച്ച് ആൾക്കാർക്ക് വീട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള തൊഴിലില്ല. ഇവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ കൃഷി ചെയ്യാൻ കഴിയില്ലാച്ചാൽ മറ്റു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ കഴിയില്ല. ടൗണ് പോലെയല്ല, ഒരു തൊഴിൽ കിട്ടാൻ മറ്റൊരു തൊഴിൽ കിട്ടാൻ ഒരു സാധ്യതയും നമ്മളുടെ ഈ പ്രദേശത്തില്ല. പുനരധിവാസം മാത്രമാണ് നടപ്പായിട്ടുള്ളത്. പുനരധിവാസം മാത്രമേ നടപ്പായിട്ടുള്ളൂ, ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ഈ ഒരു ഭൂമി പഴയ പോലെ കൃഷി ചെയ്യാൻ കഴിയുന്ന രീതിയിൽ മാറ്റി തരണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലൊരു അഭ്യർത്ഥന. അതെ, 100ഓളം കർഷകരുണ്ട്, 100-ലധികം കർഷകരുണ്ട്. മാറ്റി താമസിപ്പിച്ച വീട് പോയ 5 സെന്റും 10 സെന്റും ഉള്ള ആളുകളും വീടില്ലാത്ത ആളുകളെയും മാത്രമാണ്. കൃഷിക്കാരെ ഇതുവരെ പരിഗണിച്ചിട്ടില്ല 6 വർഷമായിട്ടും. അതുകൊണ്ട് അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി വാർത്താമാധ്യമങ്ങളും സർക്കാരും മറ്റ് സന്നദ്ധ സംഘടനകളും എല്ലാവരും കൂടെ സഹായിച്ചിട്ട് ഞങ്ങളെ സഹായിക്കണം. അത് ഞങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ കൃഷി ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ. ഭൂമിയിൽ കൃഷി ചെയ്യുമ്പോൾ കൃഷിക്കാർക്ക് കൃഷി ചെയ്യാം, തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടും, അതിൽ നിന്ന് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയും. അങ്ങനെ 3 രംഗത്തേക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. കവളപ്പാറയിലെ മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടാക്കിയതിന്റെ ആ ഒരു പ്രത്യാഘാതം അത് ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ഇവരുടെയൊക്കെ ജീവിതത്തിൽ ആ ദുരന്തത്തിന്റെ തിക്തഫലങ്ങൾ മാറിയിട്ടില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പ്രദേശമെല്ലാം ഇങ്ങനെ കിടക്കുന്നതും ഇവിടെ കൃഷി ചെയ്യാനോ ഒന്നിനും കഴിയാത്ത രീതിയിലുള്ള സാഹചര്യം നിലനിൽക്കുന്നു. കാരണം കാലങ്ങളായിട്ട് സർക്കാരിന് മുമ്പിൽ ഇവർ അഭ്യർത്ഥനകളുമായിട്ടും അപേക്ഷകളുമായിട്ടൊക്കെ കാത്തു നിൽക്കുകയാണ്. സർക്കാരിൻ്റെ ഒരു അനുകൂല സമീപനം ഉണ്ടാകണം എന്ന അപേക്ഷയാണ് ഇവർക്കെല്ലാം മുൻപിൽ വെക്കാനുള്ളത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഉരുൾപൊട്ടലിൽ വലിയ ദുരിതാശ്വാസ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോഴും പലതും നടപ്പാക്കാറില്ല എന്നതാണ് അനുഭവം. കൂട്ടിക്കൽ ദുരന്തത്തിൽ തകർന്ന 2 പ്രധാന പാലങ്ങൾ ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടില്ല. നിരവധി പ്രദേശവാസികളാണ് ഇതോടെ ദുരിതത്തിൽ തുടരുന്നത്. കൂട്ടിക്കൽ ഉരുൾപൊട്ടൽ കാലത്ത് തകർന്ന ഇളങ്കാട് പാലമാണ് എനിക്ക് പിന്നിൽ ഈ കാണുന്നത്. വർഷം 3 ആകുമ്പോഴും ഇത് ഇതേ അവസ്ഥയിൽ തുടരുകയാണ്. അവിടെ വരെ പകുതി ഉണ്ടായിരുന്ന പാലം, അതിനകത്തൊരു ഏറ്റുപാലം വെച്ചാണ് കൊണ്ട് നടന്നു പോയിക്കൊണ്ടത്. നടക്കാൻ അത് ചെറിയ വണ്ടികളൊക്കെ പോകുമായിരുന്നു, അറിയാമെന്ന് കഴിഞ്ഞാൽ ബൈക്കൊക്കെ. അതുവരെ പാലം പണിയുന്നതും വരെ അതങ്ങനെ തന്നെയായിരുന്നു. ദുരിതം ഇപ്പോഴും ദുരിതം തന്നെ ചിലവർക്ക്. ഇളങ്കാട് പാലം പൂർണ്ണമായും തകർന്നിരുന്നില്ല, ടാറിംഗ് ഉൾപ്പെടെ ഒലിച്ചു പോയിരുന്നു. അപകടശേഷവും ഇതിനു മുകളിൽ കൂടി വാഹനങ്ങൾ പോയിരുന്നതുമാണ്. എന്നാൽ പുനർനിർമ്മിക്കാൻ വേണ്ടി മുഴുവനായും പൊളിച്ചു കളയുകയായിരുന്നു. ഇതോടെ പ്രദേശവാസികൾ ഒറ്റപ്പെട്ടു. ഉരുൾപൊട്ടലിൽ ഒഴുകിപ്പോയ ഏന്തയാർ പാലത്തിന്റെ പണിയും കുറച്ച് കമ്പികളിൽ ഒതുങ്ങി. നാട്ടുകാർ ഒരുമിച്ച് ചേർന്ന് 2 ഇടങ്ങളിലും താൽക്കാലിക നടപ്പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. പണി അടിയന്തരമായി പൂർത്തിയാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം വന്നതോടെയാണ് നിർമ്മാണം അല്പമെങ്കിലും അനങ്ങിയതെന്ന് നാട്ടുകാർ പറയുന്നു. പാലം പോയിട്ട് ഇപ്പോൾ ഒരു 3 കൊല്ലം ആകാറായി. നമുക്കൊരു സ്കൂളിൽ പോകണ പിള്ളേർ അപ്പുറത്തുനിന്ന് ഇപ്പുറം വരെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പാലം കണ്ടില്ലേ, ഇത്തിരി പണി നടന്നത്. ഇവരൊന്ന് പെട്ടെന്ന് തീർക്കുവാണെങ്കിൽ നാട്ടുകാർക്കും ഞങ്ങൾക്കും പിള്ളേർക്കും എല്ലാവർക്കും ഒരു സഹായമായിരിക്കണം. ഞങ്ങൾക്ക് ഇളങ്കാട്ടിൽ നിന്ന് അപ്പുറം ഇതുവഴി പോകണമെന്നുണ്ടെങ്കിൽ ഇനി ഇളങ്കാട്ടി ചുറ്റി വഴിയാണ് എല്ലാവരും പോകേണ്ടത്. അപ്പം ഇതൊന്ന് പെട്ടെന്ന് തീർത്തു വരുവാണെങ്കിൽ നല്ലുണ്ട്. നാട്ടുകാർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇത്. പാലങ്ങൾക്കായി ഫണ്ട് അനുവദിക്കാനായെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. 6 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കും. ഇളങ്കാട് പാലങ്ങളുടെ ഒരു സാഹചര്യം നമുക്ക് കൃത്യമായി ഫണ്ട് അനുവദിക്കാനായിട്ട് സാധിച്ചു. ഇളങ്കാട് പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇളങ്കാട് പാലത്തിന്റെ പണിയെ സംബന്ധിച്ച് ആറ്റിൽ ശക്തമായ ഒഴുക്കുള്ളത് കൊണ്ട് തൽക്കാലം അവിടെ പണി നിർത്തിവെച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് എപ്പോൾ ആണെങ്കിലും പുനരാരംഭിക്കാനായിട്ട് കഴിയും. അവിടെ താൽക്കാലിക പാലം ഒരു വാഹന ഗതാഗതം സാധ്യമാകുന്ന തരത്തിലുള്ള ഒരു പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് അതിനുള്ള ചർച്ചകളുമായിട്ട് മുൻപോട്ട് പോവുകയാണ്. നമുക്ക് ഏതായാലും ഈ ഇളങ്കാട് പാലവും മുക്കുളം പാലവും ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഇരുമ്പ് തൂണുകൾ പാലമാകുന്നത് കാത്തിരിക്കുകയാണ് ഏന്തയാർ നിവാസികൾ. ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ടെങ്കിലും ഇത് വേഗത്തിൽ സാധ്യമാകുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. ഏന്തയാറിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. മറ്റ് വാർത്തകളിലേക്ക് വരാം. കോട്ടയം നഗരസഭയിലെ ജീവനക്കാരൻ പെൻഷന്റെ മറവിൽ തട്ടിപ്പ് നടത്തിയതിൽ രാഷ്ട്രീയ വിവാദവും കത്തുന്നു.
കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭയ്ക്കെതിരെ പ്രതിഷേധവുമായി CPM രംഗത്ത് വന്നു. അതേസമയം CPM അനുകൂല സംഘടനാ നേതാവാണ് തട്ടിപ്പ് നടത്തിയ അഖിൽ വർഗീസ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. കോട്ടയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം തുടരുകയാണ്. ഒരു ക്ലാർക്ക് 3 കോടിയോളം രൂപ തട്ടിപ്പ് നടത്തുക, അത് കഴിഞ്ഞ 3 വർഷത്തിലധികം 2020 മുതൽ നടത്തുക, അത് അറിയാതിരിക്കുക, ഓഡിറ്റിൽ പോലും അറിയാതിരിക്കുക, അങ്ങനെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഫലത്തിൽ കോട്ടയം നഗരസഭയിൽ ഉണ്ടായത്. എന്തായാലും ഈ സംഭവം പുറത്തു വന്നത് ഈ വയനാട് ദുരിതാശ്വാസത്തിന് പണം നൽകാൻ വേണ്ടി ഓൺ ഫണ്ട് അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കുമ്പോഴാണ് ഇത്രത്തോളം ഒരാളുടെ ശ്യാമള എന്ന പേരിലുള്ള അക്കൗണ്ടിലേക്ക്, പെൻഷനർ അല്ലാത്ത ഒരാളുടെ അക്കൗണ്ടിലേക്ക് പെൻഷൻ എന്ന പേരിൽ 2 ലക്ഷത്തോളം രൂപ എല്ലാ മാസവും മാറ്റിയിരുന്നു എന്നുള്ളതാണ്. ഫലത്തിൽ ഏതാണ്ട് 3 കോടിയോളം രൂപയുടെ തട്ടിപ്പ് ഈ അഖിൽ P. വർഗീസ് എന്ന വ്യക്തി, അദ്ദേഹം ക്ലർക്കായിരുന്നപ്പോഴാണ് ആ സെഷനിൽ നടന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ഈ തട്ടിപ്പിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുകയാണ്. കോട്ടയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇയാൾ ഒളിവിലാണ്. രാഷ്ട്രീയ വിവാദവും ഇതേ തുടർന്ന് തുടരുകയാണ്. കോൺഗ്രസും CPM-ഉം BJP-യും ഒക്കെ വിവിധ തരത്തിലുള്ള സമരങ്ങളുമായി രംഗത്തെത്തുന്നു. കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത് ഇയാൾ ഭരണാനുകൂല സംഘടനാ നേതാവാണ് എന്നുള്ളതാണ്. അതായത് കൊല്ലത്ത് വെച്ച് ഇയാളെ സസ്പെൻഡ് ചെയ്തതാണ്. പിന്നീട് ഇടത് നേതാക്കളുടെ ശുപാർശയിലാണ് ഇദ്ദേഹത്തെ തിരിച്ചെടുത്തത്. പിന്നീട് ഈരാറ്റുപേട്ടയിലും പിന്നീട് കോട്ടയത്തേക്കും ഒക്കെ കൊണ്ടുവന്നു. അതുകൊണ്ട് ഇയാളുടെ ഇടത് ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് സമരം നടത്തുന്നത്. കൊല്ലത്ത് വെച്ച് സസ്പെൻഡ് ചെയ്ത ഇയാളിനെ സർവീസിലോട്ട് ആരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തിരിച്ചു കയറ്റിയത് എന്നുകൂടി നോക്കണം. അവിടെ നിന്ന് അയാളെ ആദ്യം സസ്പെൻഡ് ചെയ്തിട്ട് സർവീസിലോട്ടെടുത്തു. സർവീസിൽ നിന്ന് ഇരിക്കുമ്പോഴാണ് ഈരാറ്റുപേട്ടയ്ക്ക് മുങ്ങി ഈരാറ്റുപേട്ടയിൽ നിന്ന് കോട്ടയത്ത് പൊങ്ങിയത്. ആ ഇതാണ് ഇയാളുടെ റൂട്ട് മാപ്പ്. ഈ റൂട്ട് മാപ്പ് അനുസരിച്ച് ഇയാൾക്ക് സഹായം കൊടുത്തിട്ടുള്ള ആളുകളെ നാം ശ്രദ്ധിച്ചേ മതിയാകും. തൊട്ടിപ്പുറത്ത് CPM-ഉം കോൺഗ്രസ് ഭരിക്കുന്ന ഒരു ഭരണസമിതിയിൽ ഭരണം നടത്തുമ്പോൾ ഉണ്ടായ വലിയൊരു തട്ടിപ്പ് എന്ന നിലയിലാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. CPM-ഉം പ്രതിഷേധവുമായി രംഗത്ത് വന്നു. എടുത്തു പറയാനുള്ളത് ഒരു വിജിലൻസ് അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്നുള്ളതാണ് അവരും ആവശ്യപ്പെടുന്നത്. 3.5 കോടി രൂപയുടെ പ്രാഥമിക ഒരു നിഗമനം മാത്രം, ഇതിലും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഇതൊരു സെക്ഷനിലാണ്. അപ്പം ഇതിലും വലിയ അഴിമതികൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പം സമഗ്രമായ ഒരു വിജിലൻസ് അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. എന്തായാലും വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു തട്ടിപ്പ് ഇങ്ങനെ നടക്കുമ്പോൾ ഇത് കേവലം ഒരാൾ മാത്രം നടത്തിയ ഒരു തട്ടിപ്പാണോ എന്ന സംശയമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് എല്ലാ വർഷവും ഓഡിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു, വിവിധ തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നു. സെക്രട്ടറി അടക്കമുള്ളവർ വഴി പോകുന്ന ഫയലുകളാണ് എന്ന് നഗരസഭ അധ്യക്ഷ തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വലിയ തട്ടിപ്പിന്റെ സെക്രട്ടറി അടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന സംശയം കൂടിയാണ് നഗരസഭ മുന്നോട്ട് വെക്കുന്നത്. ആര് വീഴ്ച വരുത്തിയോ അവർക്കെല്ലാവർക്കും എതിരെ നടപടിയെടുക്കണമെന്ന് തന്നെയാണ് നഗരസഭാ കൗൺസിലും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വാദപ്രതിവാദങ്ങളും സമരങ്ങളും തുടരുകയാണ്. ഇയാൾ ഒളിവിലുമാണ്. കൂടുതൽ ആൾക്ക് പങ്കുണ്ടോ, ഇതിന്റെ ഒരു വ്യാപ്തി എത്രയാണ്, ഇതൊക്കെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. കോട്ടയത്ത് നജീ ശ്രീജിത്ത്, ന്യൂസ് 18. മംഗളൂരുവിലെ മറവൂർ പഴയ പാലത്തിൽ വിള്ളൽ. പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ദേശീയപാത 66-ൽ കാർവാറിന് സമീപം കാളിപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലം തകർന്നതിന് പിന്നാലെ മംഗളൂരു പഴയ മറവൂർ പാലവും അപകടാവസ്ഥയിലായി. വിള്ളൽ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. മംഗളൂരുവിന് സമീപം മറവൂരിനടുത്ത് ഗുരുപുര നദിക്ക് കുറുകെ 1969-ലാണ് പാലം നിർമ്മിച്ചത്. മംഗളൂരു വിമാനത്താവളം, കട്ടീൽ ക്ഷേത്രം, കിന്നിഗോളി, ബജ്പെ എന്നിവിടങ്ങളിൽ നിന്ന് മംഗളൂരു നഗരത്തിലേക്ക് പ്രവേശിക്കുന്നവർ ആശ്രയിക്കുന്നത് ഈ പാലത്തെയാണ്. 2021 ജൂണിൽ പാലത്തിൽ വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗതം വീണ്ടും അനുവദിക്കുകയായിരുന്നു. അതിനിടയിൽ പുതിയ പാലവും പണിതു. നിലവിൽ വിമാനത്താവളത്തിലേക്ക് പോകുന്ന വാഹനങ്ങൾ പുതിയ പാലത്തിലൂടെയും തിരിച്ചു വരുന്ന വാഹനങ്ങൾ പഴയ പാലത്തിലൂടെയുമാണ് യാത്ര ചെയ്തിരുന്നത്. പാലത്തിൽ വിള്ളൽ കണ്ടെത്തിയതോടെ പുതിയ പാലത്തിലൂടെയാണ് ഇരുവശങ്ങളിലേക്കുമുള്ള വാഹനങ്ങൾ കടത്തിവിടുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ഡ്രൈഡേയിൽ ഉപാധികളോടെ മാറ്റമെന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ ഇതുവരെ കടന്നിട്ടില്ലെന്ന് മന്ത്രി MP രാജേഷ്. പലതരം നിർദ്ദേശങ്ങൾ ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ മദ്യനയത്തിന്റെ അന്തിമ രൂപം ചർച്ചയായില്ലെന്നും ഇപ്പോഴുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി ന്യൂസ് 18-ൽ പ്രതികരിച്ചു. മദ്യനയവുമായി ബന്ധപ്പെട്ട് ഡ്രൈഡേ ഉപാധികളോടെ മാറ്റം കൊണ്ടുവരും, അങ്ങനൊരു ശുപാർശ മദ്യനയത്തിന്റെ കരടിലുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ
മദ്യനയം പ്രഖ്യാപിക്കാനുള്ള പത്രസമ്മേളനം നടക്കുന്നതിൻ്റെ രാവിലെ വരെ ഇത്തരത്തിലുള്ള വാർത്തകൾ ബ്രേക്കിംഗ് ന്യൂസായിട്ട് വന്നുകൊണ്ടിരുന്നു. എന്നുവെച്ചാൽ ഡ്രൈവറെ എടുത്തു കളയാൻ പോകുന്നു എന്നതാണ്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ധാരാളം സ്പെക്കുലേഷന് സ്കോപ്പുള്ള ഒന്നാണ് ഈ മദ്യനയം എന്നത്. വലിയ താല്പര്യവും പലർക്കും ഉള്ള കാര്യമാണ്. അപ്പോൾ ആ സ്പെക്കുലേഷൻ നടക്കട്ടെ എന്നുള്ളത് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. ഇപ്പോൾ സർക്കാർ മദ്യനയം സംബന്ധിച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ചർച്ച ഏറെക്കുറെ പൂർത്തിയാക്കി. ആ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ആ ചർച്ചയിൽ ഇങ്ങനെ പല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ വന്ന പല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രസക്തമായിട്ടുള്ളതുമാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നയം സർക്കാർ ഇതുവരെ ആവിഷ്കരിച്ചു കഴിഞ്ഞിട്ടില്ല. അതിനിയും വെയിറ്റ് ചെയ്യേണ്ട കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ വെയിറ്റ് ചെയ്യുന്നിടത്തോളം സ്പെക്കുലേഷൻ കൂടുമെന്നുള്ളത് ശരിയാണ്. അതിപ്പോൾ ഞാൻ വിചാരിച്ചാൽ തടയാൻ പറ്റുന്ന ഒന്നല്ല. കൊച്ചി ഇടപ്പള്ളി വൈറ്റില ദേശീയപാതയിലെ ഗതാഗത കുരുക്കിൽ നട്ടം തിരിഞ്ഞ യാത്രക്കാർ. റോഡ് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ റോഡിലെ കുഴിയടയ്ക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ നിവേദനം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു കുഴി. അവിടെ ചവിട്ടുമ്പോൾ പുറകിൽ ടൂ വീലറുകാരൻ വന്നിടിക്കും. അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ. ഈ ഹൈവേക്കാർ ഈ പാലത്തിലുള്ള കുഴികൾ വേനക്ക് മൂടി വെച്ചെങ്കിൽ ഇത്രയും മോശമാവില്ല. ഇനി ഇപ്പം ഈ ഡ്രൈനേജ് പോകാനുള്ള എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അവരത് ക്ലീൻ ചെയ്ത് ആ വെള്ളം പോണില്ല. അതുകൊണ്ടാണ് ഈ കുഴിയൊക്കെ ഇങ്ങനെ കൂടുതൽ വന്നേക്കണം. ദേശീയപാത വികസനം നടക്കുന്നതിനാൽ വീതി കുറഞ്ഞ റോഡിലൂടെയാണ് യാത്ര. മഴ കൂടി പെയ്തതോടെ ഇതാണ് കൊച്ചിയിലെ റോഡുകളുടെ അവസ്ഥ. ദിവസവും നിരവധി യാത്രക്കാരാണ് അപകടത്തിലാകുന്നത്. രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെത്താൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകുന്നതിനായി ഒപ്പുശേഖരണം നടത്തുകയാണ് കേരള ദർശൻ വേദി. വൈറ്റിലയിലും എടപ്പള്ളിയിലും കുണ്ടന്നൂരും ഈ ബ്ലോക്ക് വരുന്നതോടുകൂടി MG റോഡ് ഉൾപ്പെടെയുള്ള ഈ എറണാകുളത്തിൻ്റെ പഴയ ഹൃദയഭാഗം, ഇപ്പോഴും ഹൃദയഭാഗം തന്നെയാണ്, അങ്ങോട്ടേക്ക് ഇപ്പം പിന്നെ വലിയ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എടപ്പള്ളിയിലും വൈറ്റിലയിലും ടൗൺ ഒതുങ്ങി പോവുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ബ്ലോക്കിൽ പെട്ട് പോയതുകൊണ്ടാണ്. ഇപ്പോൾ അകലെ നിന്ന് വരുന്ന ആളുകൾക്ക്, ഇപ്പം കോട്ടയം, പത്തനംതിട്ട ഭാഗങ്ങൾ, പത്തനംതിട്ട ജില്ലയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്കും വൈറ്റിലയിൽ വരെ എങ്ങനെയെങ്കിലും വരാം. അവിടെ നിന്ന് ഇങ്ങോട്ട് ടൗണിലേക്ക് കടന്നു വരാനുള്ള ഒരു മാർഗവുമില്ല. വെറുതെ ബ്ലോക്ക് കിടക്കുകയാണ്. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സബ്വേ സംവിധാനത്തിന് കഴിയുമെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സബ്വേ സംവിധാനത്തോടൊപ്പം എലിവേറ്റഡ് ബൈപ്പാസ് എന്ന നിർദ്ദേശവും പരിഗണിച്ച് യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 കൊച്ചി. കായിക വാർത്തകൾ നോക്കാം. പാരീസ് ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്രയ്ക്ക് വെള്ളി. സീസണിലെ മികച്ച ദൂരമായ 89.45 മീറ്റർ കണ്ടെത്തിയാണ് നീരജിന്റെ വെള്ളി മെഡൽ നേട്ടം. പാകിസ്ഥാന്റെ അർഷാദ് നദീം ഒളിമ്പിക്സ് റെക്കോർഡോടെ സ്വർണം നേടി. രണ്ടാം ശ്രമത്തിൽ 92.97 മീറ്റർ കുതിച്ചാണ് അർഷാദ് നദീം നേട്ടം കുറിച്ചത്. നീരജിന്റെ രണ്ടാം ശ്രമം ഒഴികെ 5 എയറുകളും ഫൗളായി. പാരീസിൽ വെള്ളി നേടിയതോടെ അത്ലറ്റിക്സിൽ തുടർച്ചയായി 2 ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തയിലേക്ക്. പ്രവാസ ജീവിതത്തിനിടയിലും ചിത്രകലയോടുള്ള അഭിരുചി കൈവിടാതെ പത്തനംതിട്ട പന്തളം സ്വദേശി രതീഷ് കാർത്തിക വിവിധ പോർട്രേറ്റുകൾക്കൊപ്പം ശിവനും കൃഷ്ണനും ഡോറയും വരെ രതീഷിന്റെ ചിത്രത്തിൽ ശേഖരത്തിലുണ്ട്. അത് കണ്ടുവരാം.
രതീഷ് വരച്ച ചിത്രങ്ങളാണിവ. ചെറുപ്പം മുതലേ ചിത്രകലയിൽ അഭിരുചി ഉണ്ടായിരുന്നുവെങ്കിലും ശാസ്ത്രീയമായി ചിത്രരചന പഠിച്ചിട്ടില്ല. ജന്മസിദ്ധമായ കഴിവുകൾ ഉപയോഗിച്ചാണ് ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. വളരെ ചെറുപ്പം മുതലേ ചിത്രങ്ങൾ വരച്ച് തുടങ്ങിയ ഒരാളാണ് ഞാൻ. ചെറുപ്പം മുതലേ അതിൽ കുറച്ച് സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ പല അംഗീകാരങ്ങളും ചെറുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. തുടർന്ന് വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ജോലിയുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലേക്കും പോകേണ്ടതുകൊണ്ട് അവിടെയുള്ള വരകൾ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അതുകൊണ്ടൊരു നേട്ടം എനിക്കുണ്ടാക്കിയിട്ടില്ല. ചിത്രകല കൊണ്ട് പ്രത്യേകിച്ച് എനിക്കൊരു നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല. ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല. ഞാൻ കണ്ടും കേട്ടും മനസ്സിലാക്കിയ ആ രീതികളിൽ കൂടിയാണ് ഞാനിപ്പോൾ എൻ്റെ ചിത്രങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒമാൻ സുൽത്താനായിരുന്ന ഗബൂസ് ബിൻ സയ്യിദ് അൽ സയ്യിദിന്റെ ചിത്രം വരച്ചു നൽകിയതിന് ഒമാൻ പെട്രോളിയം ഡെവലപ്മെന്റിന്റെ അംഗീകാരം രതീഷ് കരസ്ഥമാക്കിയിട്ടുണ്ട്. കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണയാണ് ചിത്രരചന നടത്താൻ പ്രേരണയെന്ന് രതീഷ് പറയുന്നു. തുടക്കത്തിൽ ഞാൻ ഒരുപാട് കളർ ഉപയോഗിക്കും. വാട്ടർ കളർ ഉൾപ്പെടെ സകല അബ്സ്ട്രാക്റ്റഡ് മെത്തേഡും ഒരുപാട് മെത്തേഡിലുള്ള കളറുകൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പിന്നീട് ഇപ്പം ഞാനത് എല്ലാം ജോലി സ്ഥലത്തെ പരിമിതികൾ കാരണം ഇപ്പോൾ ഒരു കളറിൽ ഓയിൽ പെയിന്റിൽ മാത്രം ഞാനിപ്പോൾ ഒതുങ്ങിയിരിക്കുകയാണ്. വാട്ടർ കളറും ഓയിൽ പെയിന്റിങ്ങും ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. രവിവർമ്മ ചിത്രങ്ങളുടെ ആരാധകനായ രതീഷിന് സ്വന്തം ചിത്രങ്ങൾ വച്ചൊരു ചിത്രപ്രദർശനം നടത്തണമെന്നാണ് ആഗ്രഹം. ന്യൂസ് 18 പത്തനംതിട്ട. കാസർഗോഡ് കൈത്തറി മേഖലയിൽ പ്രതിസന്ധി രൂക്ഷം. അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റവും സർക്കാർ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കാത്തതുമാണ് കൈത്തറി മേഖലയിലെ പ്രതിസന്ധിയാക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി ഈ മേഖലയിൽ തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്കും വർദ്ധിച്ചിരിക്കുകയാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കൈത്തറി സഹകരണ സംഘങ്ങൾ കടന്നുപോകുന്നത്. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോഴും കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വേണ്ടത്ര സ്വീകാര്യത ലഭിക്കുന്നില്ല. അതോടൊപ്പം നൂലിനും ചായത്തിനും വലിയ തോതിൽ വില ഉയർന്നത് നിർമ്മാണ ചെലവ് കൂട്ടുകയും ചെയ്തു. സ്കൂൾ യൂണിഫോം തുണിത്തരങ്ങൾ നിർമ്മിക്കുന്നതിലൂടെയാണ് കൈത്തറി സഹകരണ സംഘങ്ങൾ ഒരു പരിധിവരെയെങ്കിലും പിടിച്ചു നിൽക്കുന്നത്. എന്നാൽ തൊഴിലാളികൾക്ക് ഈ വകയിൽ 7 മാസത്തെ കൂലി കുടിശ്ശികയാണ്. കൈത്തറി ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്ന ഹാൻടെക്സും ജില്ലയിലെ കൈത്തറി സംഘങ്ങൾക്ക് 1 കോടിയോളം രൂപ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. ഉത്സവകാലങ്ങളിൽ നൽകുന്ന 20% റിബേറ്റും സർക്കാരിൽ നിന്നും ലഭിക്കാതെ കുടിശ്ശികയായി കിടക്കുകയാണ്. എല്ലാ വർഷവും സ്കൂൾ യൂണിഫോം നെയ്യുന്ന ഒരു സ്കീം നമുക്കുണ്ട്. തൊഴിലാളികൾ അത് നല്ല രീതിയിൽ നെയ്ത് കൊടുക്കുന്നുമുണ്ട്. പക്ഷേ നമുക്കതിന് വേണ്ടുന്ന തൊഴിലാളികൾക്ക് കൊടുക്കുന്ന കൂലി യഥാസമയം സർക്കാരിൽ നിന്ന് കിട്ടാതെ പോകുന്നൊരവസ്ഥ ഉണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾ മറ്റ് മേഖലയിലേക്ക് കടന്നു പോകുന്ന തൊഴിലുറപ്പ് മേഖലയിലൊക്കെ ഈ തൊഴിലാളികൾ ഇത് വെച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. 10-40ഓളം തൊഴിലാളികൾ സ്ഥിരം നെയ്തു വരുന്ന സംഘമാണ് ഇത്. യഥാസമയം നമുക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതുമായി ബന്ധപ്പെട്ട് നിലനിന്ന് പോകുന്ന പൊതുവേ ഉണ്ട്. പ്രതിസന്ധികളിൽ നിന്നും പ്രതിസന്ധികളിലേക്ക് കൈത്തറി മേഖല കൂപ്പുകുത്തുമ്പോൾ തൊഴിലാളികൾ മറ്റ് തൊഴിലിടങ്ങൾ തേടാൻ നിർബന്ധിതരാകുകയാണ്. കൂടുതൽ പേരും കൈത്തറി ഉപേക്ഷിച്ച് തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് ചുവടുമാറ്റിക്കഴിഞ്ഞു. സർക്കാർ ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കുകയും മിനിമം കൂലിയും മിനിമം തൊഴിലും ഉറപ്പാക്കുകയും ചെയ്താൽ മാത്രമേ കൈത്തറി മേഖലയ്ക്ക് നിലവിലെ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സാധിക്കൂ. ന്യൂസ് 18 തൃക്കരിപ്പൂർ. മലപ്പുറം കാളികാവ് ചെക്കാട് 40 സെന്റ് ആദിവാസി നഗർ വികസന വഴിയിൽ ആദിവാസികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതിക്ക് ചോക്കാട് പഞ്ചായത്തിൽ തുടക്കമായി. പദ്ധതി പ്രകാരം 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പുവർഷം 40 സെന്ററിൽ നടപ്പാക്കും. ആദിവാസികളുടെ വീട് പുനരുദ്ധാരണം, ശുചിമുറി നിർമ്മാണം, റോഡ് നവീകരണം തുടങ്ങിയുള്ള വിവിധ പ്രവൃത്തികൾക്കാണ് ഫണ്ട് വിനിയോഗിക്കുക. ഇതിന്റെ ഭാഗമായുള്ള ഊരുകൂട്ടം 40 സെന്റ് GLP സ്കൂളിൽ നടന്നു. ഊരുകൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതികൾ നടപ്പാക്കുക. ആദിവാസികൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ കമ്മിറ്റിയിലുണ്ടാകും. മുൻഗണനാക്രമം അനുസരിച്ച് കമ്മിറ്റി തീരുമാനിക്കുന്ന പ്രവൃത്തികളാണ് ആദ്യം പൂർത്തിയാക്കുക. വ്യക്തിഗത പ്രവൃത്തികളുടെ നിർമ്മാണവും ഫണ്ട് വിതരണവും അതത് വ്യക്തികളുടെ ഉത്തരവാദിത്തത്തിലാകും നടപ്പാക്കുക. ചോക്കാട് 40 സെന്റിലെ 200ഓളം കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും.
സംസ്ഥാനത്ത് ഈ വർഷം 76 ST കോളനികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അംബേദ്കർ ഡെവലപ്മെന്റ് പദ്ധതി എന്ന് പറഞ്ഞ ഒരു പദ്ധതി പ്രകാരം കോളനികളുടെ അതുപോലെ തന്നെ അവരുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് 1 കോടി രൂപ നമുക്ക് പാസ്സായിട്ടുണ്ട്. അതിനു മുമ്പ് സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ നഗരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് ഉണ്ടെങ്കിലേ നമുക്ക് അതൊക്കെ പൂർത്തീകരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിന് കിട്ടുന്ന അതും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കിട്ടുന്നതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഇവിടുത്തെ ഈ നഗരമായ വികസനം മുൻകണ്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വികസന പ്രവർത്തനങ്ങൾക്ക് നീക്കിവെച്ച തുക ദുർവിനിയോഗം ചെയ്യുകയോ പദ്ധതി പൂർത്തിയാക്കാതിരിക്കുകയോ ചെയ്താൽ ഫണ്ട് തിരിച്ചുപിടിക്കുന്ന നടപടിയും ഉണ്ടാകും. ന്യൂസ് 18 മലപ്പുറം. ദുരന്തമുണ്ടായ വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ജനകീയ തിരച്ചിൽ. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും തിരച്ചിൽ സംഘങ്ങളുടെയും കൂടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തി 6 മേഖലകളിലായുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത്. ഇന്നത്തെ തിരച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. നാളെ വയനാട്ടിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത മേഖല സന്ദർശിക്കും. കേന്ദ്ര ആഭ്യന്തര ജോയിന്റ് സെക്രട്ടറിയും ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ലീഡറുമായ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘവും ഇന്ന് ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. ചൂരൽമലയെ തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായ 131-ലധികം ആളുകളെക്കുറിച്ച് 11 ദിവസം പിന്നിടുമ്പോഴും യാതൊരു തരത്തിലുള്ള സൂചനകളും ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിയിരുന്ന ഉദ്യോഗസ്ഥരുടെയും മന്ത്രിസഭാ ഉപസമിതിയുടെയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ ജനകീയ തിരച്ചിൽ ഇന്ന് രാവിലെ 6 മണി മുതൽ ആരംഭിച്ചിരിക്കുന്നത്. പുഞ്ചിരിമട്ടം അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് കാണാതായവരിൽ ഏറെയും എന്നാണ് കണ്ടെത്തൽ. ആ പശ്ചാത്തലത്തിലാണ് ഈ മേഖലകളെക്കുറിച്ച് പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തെരച്ചിൽ നടത്തുകയെന്നൊരു തീരുമാനത്തിലേക്ക് രക്ഷാദൌത്യം എത്തിയിരിക്കുന്നതും 190-ലധികം ആളുകൾ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന 190-ലധികം ആളുകളും ഈ തെരച്ചിലിന്റെ ഭാഗമാകുന്നുണ്ട്. അതോടൊപ്പം വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരും പോലീസിനും അഗ്നിശമന സേനയ്ക്കും NDRF-നും അതോടൊപ്പം ഇവിടെ തുടരുന്ന സൈനിക ഉദ്യോഗസ്ഥർക്കുമൊപ്പം വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ തെരച്ചിൽ നടത്തുകയാണ്. പ്രധാനമായും 6 കേന്ദ്രങ്ങളിലാണ് ഇന്ന് തെരച്ചിൽ പുരോഗമിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതിൽ കാന്തൻപാറ, സൂചിപ്പാറ, അതോടൊപ്പം തന്നെ സൺറൈസ് വാലി, അതോടൊപ്പം ഒറ്റപ്പെട്ട മേഖലകൾ, അതായത് പെട്ടെന്ന് അങ്ങോട്ട് എത്തപ്പെടാൻ കഴിയാത്ത ഒറ്റപ്പെട്ട മേഖലകൾ, ഇവിടേക്കെല്ലാം കൃത്യമായി ഈ സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടെ രക്ഷാദൌത്യ സംഘം എത്തിച്ചിട്ടുണ്ട്. അവരെ വിശദമായി സംശയമുള്ള സ്ഥലങ്ങളിൽ വിശദമായി മണ്ണുമാറ്റിയും അതോടൊപ്പം കല്ലുകൾ നീക്കിയുമൊക്കെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മൃതദേഹ ഭാഗം ഇതിനോടകം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. ഒരു കാര്യം ഉറപ്പാണ്, നിരവധി വീടുകളുണ്ടായിരുന്ന മുണ്ടക്കൈയിലെയും പുഞ്ചിരിമട്ടത്തെയും ഭാഗങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളുകൾ ഈ തെരച്ചിലിന്റെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായി ഈ കൂടുതൽ ആളുകൾ രക്ഷപ്പെട്ട്, അതായത് പുഞ്ചിരിമട്ടത്ത് ആദ്യം ഉരുൾപൊട്ടുന്ന സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി ഈ ചൂരൽമലയിലേക്കും മുണ്ടക്കൈയിലേക്കും എത്തിയ ആളുകളുണ്ട്. അവർ കൂട്ടമായി കൂടി നിന്നിരുന്ന സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുള്ള ആളുകൾ ഈ തെരച്ചിലിന്റെ ഭാഗമാകുന്നതോടെ കാണാതായവരെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിക്കുമെന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജനകീയ തെരച്ചിലിന് നേതൃത്വം നൽകുന്നതും. സ്വാഭാവികമായി രാവിലെ 11 മണി വരെ മാത്രമേ ഈ തെരച്ചിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. പ്രധാനമന്ത്രിയുടെ സന്ദർശനം നാളെ രാവിലെ 11:30 ഉണ്ടാകും എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അദ്ദേഹം കൽപ്പറ്റയിൽ എത്തിയതിനു ശേഷം ഹെലികോപ്റ്ററിൽ, വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ ദുരന്തമുണ്ടായ മേഖലകൾ മുഴുവൻ, പുഞ്ചിരിമട്ടവും മുണ്ടക്കൈയും ചൂരൽമലയും അടങ്ങുന്ന മേഖലകൾ മുഴുവൻ വ്യോമമാർഗത്തിൽ ഹെലികോപ്റ്ററിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം നിരീക്ഷിക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിലേക്ക് എത്തുക. അവിടെ ചികിത്സയിൽ തുടരുന്ന ഇതിൽ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്ന ആളുകളെ പ്രധാനമന്ത്രി സന്ദർശിച്ചേക്കും. അതിനുശേഷം അദ്ദേഹം 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലും എത്തിയേക്കും എന്നാണ് സൂചന. എന്തായാലും SPG സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രാവിലെ 11:30 ഈ ദുരന്ത സ്ഥലത്ത് നിയന്ത്രണം അല്ലെങ്കിൽ ചുമതലകൾ ഏറ്റെടുക്കും. പ്രധാനമന്ത്രി വരുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് SPG കൃത്യമായ നിരീക്ഷണത്തിന് ഇവിടേക്ക് എത്തുക. അതുകൊണ്ട് ആ നിരീക്ഷണത്തിന് SPG എത്തുന്നതിന് മുന്നോടിയായി
ഈ തിരച്ചിൽ അവസാനിപ്പിച്ച് ആളുകളെ മുഴുവൻ ഇവിടുന്ന് മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് രാവിലെ 6 മണി മുതൽ 11 മണി വരെ മാത്രം ഈ തെരച്ചിൽ നടത്തിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് ആ രക്ഷാദൌത്യ സംഘം എത്തിയത്. സ്വാഭാവികമായി ഇന്ന് നടത്തുന്ന ഈ തെരച്ചിലിലൂടെ കാണാതായ ആളുകളെക്കുറിച്ച് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചേക്കും എന്ന് തന്നെയാണ് സൂചന. ക്യാമറമാൻ പ്രജിത് പാങ്ങോട്ടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ആംബുലൻസുകളിൽ എത്തിക്കുന്നതും സർവ്വമത പ്രാർത്ഥനയ്ക്ക് ശേഷം അവ സംസ്കരിക്കുന്നതും പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ് പുത്തുമലയിൽ. 38 മൃതദേഹങ്ങൾ സംസ്കരിക്കാനായി സജ്ജീകരിച്ച സ്ഥലത്ത് ഇതിനോടകം 228 പേരുടെ ശവകുടീരങ്ങളാണ് ഉയർന്നത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നോവേറും കാഴ്ചയായി മാറുകയാണ് പുത്തുമലയിലെ ഹാരിസൺ പ്ലാന്റേഷൻ. ചൂരൽമലയെയും മുണ്ടക്കയെയും തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയായി മാറുകയാണ് പുത്തുമലയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ നിന്നുള്ള ഈ കാഴ്ചകൾ. 228 പേരുടെ മൃതദേഹങ്ങളാണ് 10 ദിവസത്തിനിടയിൽ ഈ പ്ലാന്റേഷന്റെ മുകളിലും താഴെയുമായി ഇതിനോടകം സംസ്കരിച്ചിരിക്കുന്നത്. ശരീരഭാഗങ്ങൾ മാത്രം 186 പൂർണ്ണ മൃതദേഹങ്ങൾ 42. ഈ കണക്കുകൾ ഓരോ ദിവസവും ഉയർന്നു തന്നെ വരികയാണ്. കഴിഞ്ഞ 4-ാം തീയതി വൈകിട്ടാണ് ആദ്യമായി 8 മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിക്കാൻ എത്തിക്കുന്നത്. 65 സെന്റ് സ്ഥലത്ത് 38 മൃതദേഹങ്ങൾ സംസ്കരിക്കുകയായിരുന്നു ആദ്യം ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടലിലൂടെ എടുത്ത തീരുമാനം. പക്ഷേ പിന്നീട് കണ്ടെത്തുന്ന മൃതദേഹങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങിയതോടെ ഇതേ സ്ഥലത്ത് തന്നെ മറ്റ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ഒരു തീരുമാനം പിന്നീട് കൈക്കൊള്ളുകയായിരുന്നു. ഈ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകൾ ആരുടെയും കരളലിയിപ്പിക്കും. പുത്തുമലയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി 5 വർഷം പിന്നിടുന്ന അതേ ദിനത്തിൽ പുത്തുമലയുടെ മറുഭാഗത്തു നിന്നുള്ള കാഴ്ച ആരുടെയും കരളലിയിപ്പിക്കുന്നതാണ്. 228 പേരുടെ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ജീർണിച്ചു പോയ മൃതദേഹങ്ങൾക്കാണ് എല്ലാ ആദരവും നൽകിക്കൊണ്ട് പോലീസിന്റെയും മതമൈത്രിയുടെ പ്രതീകമായി വിവിധ വിശ്വാസങ്ങളിൽ ഉൾപ്പെട്ട ആചാര്യന്മാരുടെയും എല്ലാ ആദരവും നൽകിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ സംസ്കരിച്ചിരിക്കുന്നത്. പേരും വീടും ഒന്നും അറിയത്തില്ലാത്തതിനാൽ ഈ കാണുന്ന സർവേ കല്ലുകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന നമ്പറുകളിലായിരിക്കും ഇവർ ഇനിയങ്ങ് അറിയപ്പെടുക. ഈ ദുരന്തത്തിന്റെ മഹാദുരന്തത്തിന്റെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മയായി മാറുകയാണ് പുത്തുമലയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ. ക്യാമറമാൻ പ്രജിത് കാങ്ങോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം വികസന പദ്ധതികളിൽ നിന്ന് പുറകോട്ട് പോകില്ലെന്ന് മന്ത്രി എം പി രാജേഷ്. പക്ഷേ കേരളയിലടക്കമുള്ള പദ്ധതികളിൽ പരിസ്ഥിതി ആഘാത പഠനങ്ങൾ എല്ലാം പൂർത്തിയാകാതെ സർക്കാർ മുന്നോട്ട് പോകില്ല. കാലാവസ്ഥയെ പരിഗണിക്കാതെ തീരുമാനങ്ങളെടുക്കാൻ കഴിയില്ലെന്നും മന്ത്രി ന്യൂസ് 18 Q18. പരിസ്ഥിതി മാറ്റം പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ കേരളയിൽ പ്രതിഷേധമൊക്കെ നടത്തിയതെന്ന് ഈ സമയത്ത് പോലും പ്രതിപക്ഷം കോൺഗ്രസും ഒക്കെ പറയുന്നുണ്ട്. അത് സർക്കാർ എങ്ങനെ കാണുന്നുണ്ട്? കേരളിന് സാധ്യതയും വെല്ലുവിളിയൊക്കെ അത് ഈ ഒരു ഘട്ടത്തിൽ അത് മാറ്റി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടോ? അല്ല, ഇപ്പം നമ്മൾ കേരളയിലല്ല ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് വികസന പദ്ധതികൾ ഉപേക്ഷിക്കുക എന്നതല്ല, ഒരു നീജർക്ക് റിയാക്ഷൻ എന്ന് പറയും, അതല്ല ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. ദുരന്തമുണ്ടായി, ഇനിയൊന്നും വേണ്ട, അങ്ങനെയല്ല. നമ്മൾ ദുരന്തത്തെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുക? ഒരു ശാസ്ത്രീയ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ആ ശാസ്ത്രീയ സമീപനം ഗവൺമെൻറ് എല്ലാ കാര്യത്തിലും പുലർത്തുന്നുണ്ട്, അത് തുടർന്നും ഉണ്ടായിരിക്കും. അടിമുടി ശാസ്ത്രീയമായിട്ടുള്ളൊരു സമീപനമായിരിക്കും ഇക്കാര്യങ്ങളിലെല്ലാം സർക്കാർ സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ ശാസ്ത്രത്തിൻ്റെ അറിവുകളൊക്കെ ലഭ്യമാണല്ലോ, ആ അറിവുകളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏത് പദ്ധതി നടപ്പാക്കുമ്പോഴും ഇത്തരം പഠനങ്ങളില്ലാതെ നടപ്പാക്കാനാവില്ല. അപ്പം അതുകൊണ്ട് ഈ പദ്ധതികൾ ആകെ ഉപേക്ഷിക്കണം എന്ന വാദം അത് വളരെ ബാലിശമായിട്ടുള്ള വാദമാണ്. ഇപ്പോൾ തന്നെ ഏത് പദ്ധതിയും നടപ്പാക്കണമെങ്കിൽ ഇത്തരം പഠനങ്ങൾ അനിവാര്യമാണ്, ക്ലിയറൻസസ് അനിവാര്യമാണ്. ഒരു ക്ലിയറൻസും ഇല്ലാതെ ഒരു പദ്ധതി നടപ്പാക്കാനാവില്ലല്ലോ. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വയനാട്ടിലെ ക്യാമ്പിലെത്തി സൗജന്യമായ മൊബൈൽ ഫോണുകൾ നൽകി ചെങ്ങായിസ് വണ്ടൂർ എന്ന സംഘം. അവിടെ സേവനങ്ങൾ തുടരുകയാണവർ. ക്യാമ്പിലെ കൊച്ചുകുട്ടികൾ നെയ്ച്ചോറ് കഴിക്കണമെന്ന ആഗ്രഹം ഇവരോട് പങ്കുവച്ചപ്പോൾ അതും ഇത്തവണ ചെങ്ങായിസ് അവിടെ ഒരുക്കി നൽകി. കേരളം വയനാടിനൊപ്പം നിൽക്കുകയാണ്. ഓരോ ദിവസവും ക്യാമ്പുകളിലേക്ക് സഹായ സഹകരണങ്ങൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ സൗജന്യമായി മൊബൈൽ ഫോണുകൾ നൽകാൻ പോയതായിരുന്നു ചെങ്ങായിസ് വണ്ടൂർ കൂട്ടായ്മ. ക്യാമ്പിലെ കുട്ടികളാണ് നെയ്ച്ചോറും കോഴിയിറച്ചിയും കിട്ടുമോ എന്നൊരാഗ്രഹം കൂട്ടായ്മയിലെ സിറാജിനോട് അന്വേഷിച്ചത്. സിറാജ് സുഹൃത്തായ KT അഞ്ജുമിന്റെ സഹായത്തോടെ 2 ക്യാമ്പുകളിലുള്ള 600ഓളം പേർക്ക് അരിയും കോഴിയും അതിനുവേണ്ട മറ്റ് സാധനങ്ങളും എത്തിച്ചു നൽകി. പലതവണ ക്യാമ്പുകളിൽ പോയി സഹായങ്ങൾ എത്തിച്ചതോടെ അവിടെ നിന്ന് നിരവധി പേരാണ് വിവിധ ആവശ്യങ്ങളുമായി സിറാജിനെ ബന്ധപ്പെടുന്നത്. ക്യാമ്പിൽ നിന്ന് ആവശ്യപ്പെട്ട പ്രകാരം 30 പർദ്ദയും എത്തിച്ചിരുന്നു. ഫോണിന്റെ ആവശ്യവും മറ്റും പറഞ്ഞ് വിളിക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ്. തുടർന്നും തങ്ങളാൽ കഴിയുന്ന സഹായം തുടരാനാണ് സിറാജിന്റെയും അഞ്ജുമിന്റെയും ചെങ്ങായിസിന്റെയും തീരുമാനം. ന്യൂസ് 18 മലപ്പുറം. വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങാവാൻ വണ്ടൂർ സാഗർ ഹോട്ടൽ ഉടമകളും ജീവനക്കാരും ഒരു ദിവസത്തെ മുഴുവൻ വരുമാനം ഇവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. ഒരു ദിവസത്തെ കച്ചവട വരുമാനവും തൊഴിലാളികളുടെ കൂലിയും ഉൾപ്പെടെ എല്ലാം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനായിരുന്നു ഹോട്ടൽ ഉടമകളുടെ തീരുമാനം. ഇക്കാര്യം കാട്ടി കഴിഞ്ഞ ദിവസം തന്നെ ഹോട്ടലിന് മുൻവശം ഫ്ലക്സ് സ്ഥാപിച്ചിരുന്നു. ഇതോടെയാണ് മിക്കവരും ഇന്ന് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും അടക്കം സാഗർ ഹോട്ടലിൽ നിന്നാക്കിയത്. സാഗർ ഹോട്ടൽ നടത്തുന്ന ഇന്നത്തെ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഇന്ന് രാവിലെ ഞങ്ങൾ മുഴുവൻ ടീമും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റും ഇനി ഉച്ചയ്ക്ക് ലഞ്ചും കഴിക്കാനുള്ള തീരുമാനമുണ്ട്. സാഗർ നടത്തുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിനും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും. കച്ചവടം ജീവകാരുണ്യ പ്രവർത്തനത്തിനായതിനാൽ രാവിലെ മുതൽ തന്നെ ഹോട്ടലിൽ വൻ തിരക്കായിരുന്നു. ഓർഡറുകളുടെ എണ്ണത്തിലും വർധനയുണ്ടായി. ബിരിയാണി അടക്കം പതിവിൽ കൂടുതലായി ഹോട്ടലിൽ തയ്യാറാക്കിയിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം ചിലർ ബാക്കി പൈസ അടക്കം വാങ്ങാതെ സഹകരിച്ചതായും ഉടമകളിൽ ഒരാളായ പുതിയത് ഷിഹാബ് പറഞ്ഞു. വയനാടിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇന്നത്തെ ഫുൾ കളക്ഷൻ രാവിലെ മുതൽ വൈകുന്നേരത്ത് വരെയുള്ള എല്ലാ കളക്ഷനും ചെലവ് പോവുക എല്ലാ ചെലവും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുകയാണ്. അതോടൊപ്പം മറ്റുള്ള നമ്മുടെ വയനാടിന്റെ അധാരണമായി മരണപ്പെട്ട അവരുടെ എല്ലാ ദുഃഖത്തിലും ഞങ്ങളും പങ്കുചേരുന്നു. 60,000-ത്തിലധികം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇവർ കൈമാറുന്നത്. ന്യൂസ് 18 മലപ്പുറം. ഒളിമ്പിക്സ് വെള്ളി മെഡൽ പങ്കിടണമെന്ന് ആവശ്യപ്പെട്ട് ഗുസ്തി താരം വിനീഷ് ഫോഗട്ട് നൽകിയ ഹർജിയിൽ കായിക തർക്കപരിഹാര കോടതി ഇന്ന് വിശദമായ വാദം കേൾക്കും. വിനീഷിനായി അഭിഭാഷകൻ ഹരീഷ് സാൽവെ ഓൺലൈനായി ഹാജരായേക്കും. രാകേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, രാജ്യത്തെ തന്നെ ഏറ്റവും വേദനിപ്പിച്ചൊരു വാർത്തയായിരുന്നു മത്സരിക്കാനാവില്ല വിനേഷിന് എന്നുള്ളത്. അപ്പോൾ ഇതാ ഒളിമ്പിക്സ് വെള്ളി മെഡൽ പങ്കിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിനീഷ് ഫോഗട്ട് നൽകിയ ഹർജിയിൽ കായിക തർക്കപരിഹാര കോടതി ഇന്ന് വിശദമായ വാദം കേൾക്കുമെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഭവ്യ, വിനേഷ് ഫോഗോട്ടിന്റെ അപേക്ഷയിൽ അപ്പീലിൽ നിന്ന് കായിക തർക്ക പരിഹാര കോടതി വിശദമായ വാദം കേൾക്കുകയാണ്. ഈ അപ്പീൽ ഇന്നലെ ഫയലിൽ സ്വീകരിച്ചിരുന്നു. അത് വിനേഷിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യമാണ്. ഏതായാലും ഇന്ത്യൻ അഭിഭാഷകരെ ഹാജരാക്കാനായി സാവകാശം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ തേടി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തേക്ക് ഈ വാദം മാറ്റിവെച്ചിരിക്കുന്നത്. ആദ്യം ഇന്നലെ ഹർജി ഫയലിൽ സ്വീകരിച്ചതിന് ശേഷം ഇന്നലെ ആദ്യം വ്യക്തമാക്കിയിരുന്നത് ഇന്ത്യൻ സമയം 9:30 ഈ ഹർജി ഈ അപേക്ഷയിൽ പരിഗണിക്കും, അതിൽ വാദം കേൾക്കുമെന്നായിരുന്നു. പക്ഷേ പിന്നീട് അത് മാറ്റിവെച്ചുകൊണ്ട് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് ഏതായാലും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ഈ വാദം വിശദമായി കേൾക്കുക. ഏതായാലും 2 അപേക്ഷ വിനേഷ് ഫോഗോട്ട് നൽകിയിരുന്നു. ഇതിൽ ആദ്യത്തെ അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന കാര്യം ഫൈനൽ കളിക്കാൻ അനുവദിക്കണം എന്നൊരാവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. ഏതായാലും അതിന് പ്രസക്തിയില്ല, കാരണം ഫൈനൽ അവസാനിച്ചിരിക്കുന്നു, അവിടെ ജേതാവിനെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 2ാമത്തെ അപേക്ഷയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. ഈ 2ാമത്തെ അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വെള്ളി മെഡൽ പങ്കിടണം എന്നൊരാവശ്യമാണ് വിനേഷ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം 2 ദിവസങ്ങളിലായാണ് ഈ ഭാരപരിശോധന നടന്നിട്ടുള്ളത്. അതിൽ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നത് വരെയുള്ള ഭാരപരിശോധന വിനേഷ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യത്തെ ദിവസം 49.9 ആയിരുന്നു വിനേഷ് ഫോഗോട്ടിന്റെ ഭാരം. അപ്പോൾ വെള്ളി മെഡൽ നേടിയ ക്യൂബൻ താരവുമായി വെള്ളി മെഡൽ പങ്കിടണം എന്നൊരു ആവശ്യം വിനേഷ് ഫോഗോട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ എന്ത് സ്വീകരിക്കും കോടതി എന്നത് നിർണായകമാണ്. കോടതിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ തീരുമാനമുണ്ടായി കഴിഞ്ഞാൽ വിനേഷ് ഫോഗോട്ടിന് പാരീസിൽ നിന്ന് വെള്ളി മെഡലായി മടങ്ങാൻ സാധിക്കും. ഏതായാലും മുതിർന്ന അഭിഭാഷകരെ തന്നെ രംഗത്തിറക്കുന്നുണ്ട് ഒളിമ്പിക് അസോസിയേഷൻ. ഹരീഷ് സാൽവെ ഹാജരാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ആസ്ഥാനം, ഈ തർക്കപരിഹാര കോടതിയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലാണ്. പക്ഷേ ഒരു അഡ്ഹോക് ഡിവിഷൻ ഇപ്പോൾ പാരീസിൽ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം പരാതികൾ ഇടയാക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഒരു അഡ്ഹോക് ഡിവിഷൻ നിലവിൽ
പാരീസിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ടായിരിക്കും ഹരീഷ് സാൽവെ ഹാജരാവുക. നേരത്തെ BCCIയുടെ അടക്കം പല കേസുകളിലും സാൽവെ ഹാജരായിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രതീക്ഷ, ഏതായാലും ചെറിയ പ്രതീക്ഷയെങ്കിലും വിനേഷ് ഫോഗോട്ടും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനും ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നുണ്ട്. ഭവ്യ. ചെറിയ രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഓണത്തിന് ഡിസൈനർ പ്രദീപ് പിള്ളയുടെ ഹാൻഡിലും സാരികളിലും കൊച്ചി കനകവല്ലി ഷോറൂം. കൊച്ചിയിലെ കനകവല്ലി ഷോറൂമിൽ പ്രദീപ് പിള്ള പുതിയ കളക്ഷൻസ് അവതരിപ്പിച്ചു. നളന്ദ ടെസ്റ്റർ സിൽക്സ്, വെങ്കടഗിരി കോട്ടൺ സാരി, ചന്തേരി സിൽക്സ് കോട്ടൺ, ലിനൻ എന്നിവയും പ്രദീപ് പിള്ളയുടെ കളക്ഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. My name is Ahalya. I run a store called Kanakvalli. We're a Kanjivaram-based saree brand. We also have a robust online presence, and we have the distinction of being invited to something called the TWC, the Wedding Collective, that is being showcased by Isha Ambani in Bombay on the 24th of August. So we're the only South Indian brand that has been invited, and we're very proud to announce that here for the first time in this forum. ഉരുൾപൊട്ടലിൽ വലിയ ദുരിതാശ്വാസ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോഴും പലതും നടപ്പാക്കാറില്ല എന്നതാണ് അനുഭവം. കുട്ടിക്കൽ ദുരന്തത്തിൽ തകർന്ന 2 പ്രധാന പാലങ്ങൾ ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടില്ല. നിരവധി പ്രദേശവാസികളാണ് ഇതോടെ ദുരിതത്തിൽ തുടരുന്നത്. കൂട്ടിക്കൽ ഉരുൾപൊട്ടൽ കാലത്ത് തകർന്ന ഇളങ്കാട് പാലമാണ് എനിക്ക് പിന്നിൽ ഈ കാണുന്നത്. വർഷം 3 ആകുമ്പോഴും ഇത് ഇതേ അവസ്ഥയിൽ തുടരുകയാണ്. നമ്മുടെ വരെ പകുതി ഉണ്ടായിരുന്ന പാലം, അതിനകത്തൊരു ഏറ്റുപാലം വെച്ചാണ് പൊക്കൊണ്ട് നടന്നു പോയിക്കൊണ്ടത്. നടക്കാൻ ഓട്ടോ ചെറിയ വണ്ടികളൊക്കെ പോകുമായിരുന്നു. അറിയാമെന്ന് കഴിഞ്ഞാൽ ബൈക്കൊക്കെ അതുവരെ പാലം പണിയുന്നതും വരെ അതങ്ങനെ തന്നെയായിരുന്നു. ദുരിതം ഇപ്പോഴും ദുരിതം തന്നെ അക്കരകൾക്ക്. ഇളങ്കാട് പാലം പൂർണ്ണമായും തകർന്നിരുന്നില്ല. ടാറിംഗ് ഉൾപ്പെടെ ഒലിച്ചു പോയിരുന്നു. അപകടശേഷവും ഇതിനു മുകളിൽ കൂടി വാഹനങ്ങൾ പോയിരുന്നതുമാണ്. എന്നാൽ പുനർനിർമ്മിക്കാൻ വേണ്ടി മുഴുവനായും പൊളിച്ചു കളയുകയായിരുന്നു. ഇതോടെ പ്രദേശവാസികൾ ഒറ്റപ്പെട്ടു. ഉരുൾപൊട്ടലിൽ ഒഴുകിപ്പോയ ഏന്തയാർ പാലത്തിന്റെ പണിയും കുറച്ച് കമ്പികളിൽ ഒതുങ്ങി. നാട്ടുകാർ ഒരുമിച്ച് ചേർന്ന് 2 ഇടങ്ങളിലും താൽക്കാലിക നടപ്പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. പണി അടിയന്തരമായി പൂർത്തിയാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം വന്നതോടെയാണ് നിർമ്മാണം അല്പമെങ്കിലും അനങ്ങിയതെന്ന് നാട്ടുകാർ പറയുന്നു. പാലം പോയിട്ട് ഇപ്പോൾ ഒരു 3 കൊല്ലം ആകാറായി. നമുക്കൊരു സ്കൂളിൽ പോകണമല്ലോ, പിള്ളേർ അപ്പുറത്തുനിന്ന് ഇപ്പുറം വരെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പാലം കണ്ടില്ലേ, ഇത്തിരി പണി നടന്നത്. ഇവരൊന്ന് പെട്ടെന്ന് തീർക്കുവാണെങ്കിൽ നാട്ടുകാർക്കും ഞങ്ങൾക്കും പിള്ളേർക്കും എല്ലാവർക്കും ഒരു സഹായമായിരിക്കണം. ഞങ്ങൾക്ക് എളങ്കാട്ടിൽ നിന്ന് അപ്പുറം ഇതുവഴി പോകണമെന്നുണ്ടെങ്കിൽ ഇനി എളങ്കാട്ടി ചുറ്റി വഴിയാണ് എല്ലാവരും പോകേണ്ടത്. അപ്പം ഇതൊന്ന് പെട്ടെന്ന് തീർത്തു വരുവാണെങ്കിൽ നല്ലുണ്ട്. നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്. പാലങ്ങൾക്കായി ഫണ്ട് അനുവദിക്കാനായെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. 6 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കും. എളങ്കാട് പാലങ്ങളുടെ ഒരു സാഹചര്യം നമുക്ക് കൃത്യമായി ഫണ്ട് അനുവദിക്കാനായിട്ട് സാധിച്ചു. എളങ്കാട് പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. എളങ്കാട് പാലത്തിന്റെ പണിയെ സംബന്ധിച്ച് ആറ്റിൽ ശക്തമായ ഒഴുക്കുള്ളത് കൊണ്ട് തൽക്കാലം അവിടെ പണി നിർത്തിവെച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് എപ്പോൾ ആണെങ്കിൽ പുനരാരംഭിക്കാനായിട്ട് കഴിയും. അവിടെ താൽക്കാലിക പാലം ഒരു വാഹന ഗതാഗതം സാധ്യമാകുന്ന തരത്തിലുള്ള ഒരു പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് അതിനുള്ള ചർച്ചകളുമായിട്ട് മുൻപോട്ട് പോവുകയാണ്. നമുക്ക് ഏതായാലും ഈ എളങ്കാട് പാലവും മുക്കുളം പാലവും ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഇരുമ്പ് തൂണുകൾ പാലമാകുന്നത് കാത്തിരിക്കുകയാണ് ഏന്തയാർ നിവാസികൾ. ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ടെങ്കിലും ഇത് വേഗത്തിൽ സാധ്യമാകുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. ഏന്തയാറിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കായിക കാര്യങ്ങൾ